മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം എടുക്കുക, അതിൻ്റെ 3-ാമത്തെ അധ്യായം എടുക്കാം. മർക്കോസ് 3. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിക്കുന്ന ഒരു സന്ദർഭമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം, അതിൻ്റെ 13-ാമത്തെ വാക്യം. ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന സിറ്റുവേഷനാണ്. വായിക്കാൻ ശ്രദ്ധിച്ച് കേട്ടെ. 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി. മലമുകളിലേക്ക് ആരാ? ഈശോ. തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. സോ നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ, ഈ ഒരു ഉയർന്ന സ്ഥലത്തിരിക്കുമ്പോൾ, കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരിക്കുമ്പോൾ, ഈശോയുടെ ശിഷ്യന്മാരാണ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞപ്പോൾ, നമുക്ക് ആ ഐഡൻറ്റിറ്റി ഒരിക്കലും മറന്നു പോകരുത്. നമ്മളെ ആർക്കിഷ്ടമാണ്? ഈശോയ്ക്ക് ഇഷ്ടമാണ്. ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് വചനം കേൾക്കാൻ വേണ്ടി ചെല്ലുന്ന ഇടങ്ങൾ, നമ്മളൊരു ആരാധനയ്ക്ക് ചെല്ലുന്ന ഇടങ്ങൾ, വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന ഇടങ്ങൾ, ആ സ്ഥലങ്ങളെല്ലാം നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ തരികയാണ്. ഈശോ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന എല്ലാവരെയും ഈശോയ്ക്ക് ഇഷ്ടമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സോ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ എങ്ങോട്ട് വിളിച്ചു? മലമുകളിലേക്കല്ല, അടുത്തേക്ക് വിളിച്ചു. ആരുടെ അടുത്തേക്ക്? അത് ഈശോ നമ്മളെല്ലാം വിളിക്കുന്നത് ദേ അവിടെ നിൽക്കാൻ, ഇവിടെ നിൽക്കാൻ, ആ ശുശ്രൂഷ ചെയ്യാൻ, ഈ ശുശ്രൂഷ ചെയ്യാൻ. നോ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ ദൗത്യം അവൻ്റെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. കിട്ടുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ദൈവവിളി, അതിൻ്റെ സൗന്ദര്യം ആരുടെ അടുത്ത് നിൽക്കുക? ഈശോയുടെ അടുത്ത് നിൽക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്യം വായിച്ചേ. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. ഇതാണ് ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ അടയാളം. നിങ്ങൾ ശിഷ്യരാണെങ്കിൽ, ഡിസൈപ്പിൾസ് ആണെങ്കിൽ, ഏറ്റവും വലിയ അടയാളം ഒന്ന്, ഈശോയ്ക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഈശോ നിങ്ങളെ വിളിക്കും. നമ്മളതിനോട് റെസ്പോണ്ട് ചെയ്യണം. എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? അങ്ങോട്ട് ചെല്ലണം. അതിന് ശേഷമുള്ള എന്ത് ശുശ്രൂഷയും. അടുത്ത വാക്യം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. തന്നോടുകൂടെ ആയിരിക്കാൻ പ്രസംഗിക്കാൻ പോകുന്ന ഇഷ്ടമാണ്, പിശാചിനെ ബഹിഷ്കരിക്കാൻ പോകുന്ന ഇഷ്ടമാണ്, അധികാരം നമുക്ക് ഇഷ്ടമാണ്. ആണോ? ഇതൊക്കെ ഇഷ്ടമാണ്. ഇതൊക്കെ നല്ല ഈ അച്ഛൻ കൈ ഉയർത്തുമ്പോഴത്തേന് ആപ്പിൾ വരുന്നു, പൊടി വരുന്നു, നല്ല രസമാണ് അതൊക്കെ. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല ഈശോ വിളിച്ചത്. ആദ്യം എന്താണ്? തന്നോട് കൂടെ ആയിരിക്കുക. അതിന് ശേഷമുള്ളൂ ബാക്കി ഏത് ശുശ്രൂഷയും. പിടിയിട്ടുന്നുണ്ടോ? ഹലോ ശിഷ്യന്മാരെ, പിടിയിട്ടുന്നുണ്ടോ? അതായത് തമ്പുരാന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ, ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേക്ക് ഷുവർ ആദ്യം നീ ആരുടെ കൂടെ ഇരിക്കണം. അല്ലാത്തതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. കാരണം വിളിച്ചത് സുവിശേഷം പ്രഘോഷിക്കാനാണ്, പിശാചുകളെ ബഹിഷ്കരിക്കാനാണ്, അധികാരത്തോടെ പഠിപ്പിക്കാനാണ്. ബട്ട് ഒരു കണ്ടീഷനുണ്ട്. ഇതിനെല്ലാം ശക്തി എവിടുന്ന് കിട്ടും? ഈശോയുടെ അടുത്തിരിക്കുക, തന്നോട് കൂടെ ആയിരിക്കുക. അതാണ് ആദ്യത്തെ മിഷൻ. ഈശോയുടെ അടുത്ത് ഇരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കാത്തവരെ ഈശോ, ദൈവം വചനം എന്നെ വിളിക്കുന്നതെന്നറിയോ? ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, മാജീഷ്യൻസ്. ഇത് ഞാൻ വിളിച്ചതല്ല, വിശുദ്ധ ഗ്രന്ഥം അങ്ങനെയാണ് വിളിക്കുന്നത്. കർത്താവിൻ്റെ അടുത്തിരിക്കാണ്ട് ശുശ്രൂഷയ്ക്ക് പോകുന്നവരെ വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത് വ്യാജ പ്രവാചകന്മാരെന്നാണ്. പക്ഷെ ഒറിജിനലാണോന്ന് എങ്ങനെ പിടികിട്ടും? അത് ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്തോളൂ. ഇവൻ എൻ്റെ അടുത്തിരിക്കുന്നതാണ്, ഇവൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം, ജെറമ്യ 23:16 ശ്രദ്ധിച്ച് കേട്ടെ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അടുത്ത വാക്ക്, അവരുടെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. കിട്ടുന്നുണ്ടോ? ഈ വ്യാജ പ്രവാചകനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് അടുത്ത ഒരു വചനത്തിലുണ്ട്. 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നിധിയിൽ നിന്നിട്ടുള്ളത്? അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളത് ആരാണ്? എന്നുവെച്ചാൽ ഒരു പ്രവാചകൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ, അത് നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ശുശ്രൂഷ ജീവിതം, കർത്താവിന് വേണ്ടി ഒരു കുഞ്ഞു ശുശ്രൂഷ മുതൽ വലിയ ശുശ്രൂഷ വരെ ചെയ്യുന്നതാവട്ടെ, നിങ്ങൾ ചിലപ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും. ഉറപ്പിച്ചോണം എവിടെ ഇരിക്കാൻ? ഈശോയുടെ അടുത്തിരിക്കുക, വചനം കേൾക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഇല്ലാത്ത എല്ലാവരും കർത്താവ് പറയുന്നതാണ്, അവർ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കല്ല, അവരുടെ മനസ്സിൻ്റെ കുഞ്ഞിക്കിളി, മഞ്ഞക്കിളി. കിളി പോയിട്ട് വർത്താനം പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. 21-ാം വാക്യം ഭയങ്കര സങ്കടം പിടിച്ച, ഇല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരമാണ്. 21, ആ പ്രവാചകന്മാരെ ഞാൻ അയച്ചിട്ടില്ല, എന്നിട്ടും അവർ ഓടി നടന്നു. ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല, എന്നിട്ടും അവർ പ്രവചിച്ചു.
എൻ്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ ജനത്തോട് അവർ എൻ്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്നും ദുഷ്പ്രവൃത്തിയിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു. ഇപ്പം കർത്താവിൻ്റെ വാക്ക് കേൾക്കുന്നവൻ ആളാണോ, കർത്താവിൻ്റെ അടുത്തിരിക്കുന്ന ശുശ്രൂഷകയാണോ, അങ്ങനെ ഒരു ശിഷ്യനാണോ, നമ്മൾ അങ്ങനെയാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ വാക്ക് നമ്മൾ സംസാരിക്കണം, കർത്താവിനെ കുറിച്ച് സംസാരിക്കണം. ഈ മാജിക് കാണിച്ചുകൊണ്ട് നടക്കുകയല്ല. നിത്യജീവനെക്കുറിച്ച് നമുക്ക് ലക്ഷ്യം ഉണ്ടാകണം, അതിനെക്കുറിച്ച് ചിന്തകൾ ഉണ്ടാവണം. ഈ ലോകത്തിലെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകൾക്കപ്പുറം കർത്താവിനെക്കുറിച്ച് വ്യഗ്രചിത്തരായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ചങ്കു പൊട്ടി ഗലാത്യരോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. മറ്റു കാര്യങ്ങൾ എല്ലാം നമ്മൾ മാറ്റിവെക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഉറപ്പെന്താണ്? ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ബാക്കി വല്ലതും ആണോ? ബാക്കി എല്ലാം തരും. ഇപ്പം ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം, അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി, വചനം പഠിക്കുക, കർത്താവിനെ ആരാധിക്കുക, കർത്താവിൻ്റെ കൂടെ നിൽക്കുക, അടുത്ത് നിൽക്കുക. ബാക്കിയെല്ലാം ആര് നോക്കിക്കോളും? കർത്താവ് നോക്കിക്കോളും. ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ ഉണ്ടല്ലോ. ആര് നോക്കിക്കോളും? ഞാൻ നോക്കിക്കോളും ആണോ? അല്ല, ഞാൻ നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ മിണ്ടാണ്ടിരുന്നാൽ മതി. ഞാൻ നോക്കൂല. ആര് നോക്കും? കർത്താവ് നോക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. സോ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ന് ഈ ഏകദിന ധ്യാനം കൂടുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ പ്രാർത്ഥനകളും, നിങ്ങൾ ജപമാലയിൽ സമർപ്പിച്ചത്, നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചത്, തുടർന്ന് നമ്മൾ ആരാധനയിലൊക്കെ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഇത് ഓൾറെഡി കർത്താവിന് അറിയാമോ? നിങ്ങൾ കടന്നു പോകുന്ന സങ്കടങ്ങൾ അറിയാം, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാം, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അറിയാം. നിങ്ങൾ ഇവിടെ ഇരുന്ന് എല്ലാം അറിയാവുന്ന ആ ഈശോയെ അറിയാൻ ശ്രമിക്കുക. കിട്ടുന്നുണ്ടോ? എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആ ഈശോയെ അറിയാൻ ശ്രമിക്കുക. അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തിരിക്കണം, സംസാരിക്കണം, അവൻ പറയുന്നത് കേൾക്കണം. ഈശോയുമായിട്ടൊരു ക്ലോസ് എൻകൗണ്ടർ, ഈശോയുമായിട്ടൊരു കൂട്ടിമുട്ടൽ, ഒരു കണ്ടുമുട്ടൽ ഉണ്ടാവണം. അങ്ങനെ കണ്ടുമുട്ടാത്തവർ ശിഷ്യന്മാരല്ല. നമ്മൾ ഈശോയുടെ അടുത്തിരുന്ന കുറച്ച് പേരെ കുറിച്ച്, ഇത് 2024 ആണോ? ആ 1-ാം തീയതി എടുത്ത റെസൊല്യൂഷൻസൊക്കെ പോയിട്ടില്ലേ? കൺഗ്രാജുലേഷൻസ്. എൻ്റെ 10-ാം തീയതി പോയായിരുന്നു. സന്തോഷമായില്ലേ? നമ്മളെടുത്ത എല്ലാ തീരുമാനങ്ങളും പൊട്ടിപ്പാളീസായി നിൽക്കുകയാണ്. മന്ദൻ്റായി. നമ്മൾക്ക് മനസ്സിലായി നമ്മൾ വീണ്ടും പരാജയമാണെന്ന് മനസ്സിലായി. 2024 ഇങ്ങനെ തന്നെ പോകുമെന്ന് മനസ്സിലായി. പക്ഷേ ഈ 2024 തുടങ്ങിയ ആദ്യത്തെ ദിവസം നമ്മളൊരു തീരുമാനം എടുത്തായിരുന്നു. നമ്മളെങ്ങനെ തകർന്നു കിടന്നാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറച്ച് പേര് നമ്മൾ തോണ്ടി വിളിച്ചിട്ടുണ്ട്. ആരെയാണ്? ഈശോയുടെ 12 അപ്പസ്തോലന്മാരെ. ഓർക്കുന്നുണ്ടോ? 2024 12 മാസങ്ങൾ 2x12 24 2024 എല്ലാ മാസവും നമ്മൾ ഒരു അപ്പസ്തോലനോട് പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കഴിഞ്ഞൊരു മാസക്കാലം ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ ടോപ്പ് ക്ലാസ് ചേട്ടായിരുന്നു പത്രോസ്ലീഹ. ദ ഫസ്റ്റ് പോപ്പ്, ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ പത്രോസ്ലീഹ. അറിയാമായിരിക്കും അല്ലേ? ആളെ അറിയോ? 1-2 പേര് പറഞ്ഞേ. പത്രോസിനെ വിളിക്കുന്ന മറ്റു പേരുകളൊക്കെ പറ. ഷിമോൻ, പിന്നെ കേപ്പയുടെ വേറൊരു ഫോർമാറ്റ്, പത്രോസ് എല്ലാം ഒരാളെ കുറിച്ചാണ്. ചാച്ചൻ്റെ പേരിനാണ് ഈശോ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. യോനായുടെ പുത്രനായ ശിമയോനെ. യോന ഒരു ബ്രദറും കൂടെ ഉണ്ടായിരുന്നു, മിടുക്കൻ, അന്ത്രയോസ്. അപ്പോൾ നല്ല ആൾബലമൊക്കെ ഉള്ള, അഡ്രസ്സുള്ള, നല്ല വീട്ടിൽ പറഞ്ഞ നല്ല 1-ാം തരം ഒരു ശിഷ്യനായിരുന്നു. ഈ പത്രോസ്ലീഹയെക്കുറിച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിക്കാൻ പോകുന്നത്, നിങ്ങൾ ഒരു ജനറൽ നോളജ് ആയിട്ടൊന്നും എടുക്കണ്ട, ബൈബിളിലെ ഒരു കുഞ്ഞു നോളജായിട്ട് എടുക്കണ്ട. ഈശോയുടെ ശിഷ്യന്മാരാവാൻ വേണ്ടി വിളിക്കപ്പെട്ട നമ്മൾ ആദ്യം നോക്കി പഠിക്കേണ്ട ഒരാളാണ് ഈ ഫസ്റ്റ് പോപ്പ്. ഈ പോപ്പ് പീറ്ററിനെ ഒന്ന് നോക്കി പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ലൈഫ് മുഴുവൻ ഈശോയെ കണ്ടുമുട്ടി, ഈശോയെ കൂടെ നിർത്തി, എന്നിട്ട് തല്ലിപ്പൊളിയായിപ്പോയി, പിന്നെ എഴുന്നേറ്റ് വന്നു, ഈശോ പിന്നെ സ്നേഹിച്ചു, അങ്ങനെ വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ചു. നമ്മുടെയൊക്കെ ലൈഫിൽ വന്നു പോകുന്ന ഒരു അബദ്ധവും ഉയർച്ചയും ഒക്കെയാണ് ഈശോയുടെ പിന്നാലെ പോകുന്നു, ഈശോയ്ക്ക് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നു, പിന്നെ നമ്മൾ താഴെ പോകുന്നു, സങ്കടങ്ങൾ ഉണ്ടാകുന്നു, ചിലപ്പോൾ ഈശോയെ തള്ളിപ്പറയുന്നു. ഈശോ തള്ളിപ്പറയാത്തൊരു ജീവിതം, സ്നേഹിക്കുന്ന ഒരു ജീവിതം, നമ്മൾ മുമ്പോട്ട് പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സോ പത്രോസിനെ കുറിച്ചുള്ള ജനറൽ നോളജ് ഒന്നും ഞാൻ തരുന്നില്ല, അത് നിങ്ങൾക്ക് അറിയാം. പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. ഈശോ തന്നെ പല പേരുകളിൽ വിളിക്കുന്നു. ഈശോയെ ഒത്തിരിയധികം സ്നേഹിച്ചിരുന്നു, ഈശോയും തിരിച്ച് സ്നേഹിച്ചിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. സോ ഈ പത്രോസ്ലീഹയെ വിളിക്കുന്ന, പത്രോസ്ലീഹയുടെ ലൈഫ് ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി മാറുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 സ്റ്റേജുകളിലാണ്. നല്ല ശ്രദ്ധയോടെ ഇരിക്കണം. സാധാരണ ഈ വിശുദ്ധരെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ആടി ഉലയാറുണ്ട്. ആടി ഉലയരുത്. നല്ല ശ്രദ്ധയോടെ ഇരിക്കണം. ഈ മാസം നമ്മൾ പത്രോസ്ലീഹയുടെയാണ് മധ്യസ്ഥം മുഴുവൻ വായിച്ചുകൊണ്ടിരുന്നത്. ഈ പീറ്ററിനെ കുറിച്ച്, പീറ്ററിൻ്റെ ലൈഫ് ഈശോയിൽ ചേർന്ന് നിന്നപ്പോൾ ഈശോ വിളിച്ചു, സ്നേഹിച്ചതുകൊണ്ട് അടുത്തേക്ക് വിളിച്ചു.
പീറ്ററിൻ്റെ ലൈഫ് മുഴുവൻ മാറിയത് ഒരു 2-3 സ്റ്റേജുകളാണ്. പെട്ടെന്നൊരു ദിവസം വിളിച്ചപ്പോഴത്തേനും മാനസാന്തരപ്പെട്ട് പോയ ആളൊന്നുമല്ല. നമ്മളെപ്പോലെയൊക്കെ തന്നെ ഭയങ്കര തരികിടത്തരം എല്ലാം കാണിച്ചുകൊണ്ട് നടന്ന പത്രോസാണ്. മിടുക്കനാണ്, 1-ാം തരം നല്ലൊരു മിടുക്കൻ. ആ പത്രോസ് സ്ലിഹായെ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. സോ ഈ പത്രോസിൻ്റെ വളർച്ച, ഈശോയെ കണ്ടുമുട്ടി ഈശോയുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി, ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറിയത് ഒരു 2-3 സ്റ്റേജുകളിലാണ്. ഫസ്റ്റ് സ്റ്റേജ് ദൈവ വിളിയാണ്. നമ്മൾ ക്രിസ്തു ശിഷ്യന്മാർ, ക്രിസ്ത്യൻസ്, ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും, ഈശോയെ ഫോളോ ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ഉണ്ടാവേണ്ട ഒരു മൊമെൻ്റാണ് കർത്താവ് വിളിക്കുന്നൊരു മൊമെൻറ്റ്. കർത്താവ് ആരെ വിളിക്കുള്ളൂ? കർത്താവ് ആരെ വിളിക്കുന്നത്? തനിക്ക് ഇഷ്ടമുള്ളവരെ. ആരുടെ ഇഷ്ടമാണത്? ഈശോയുടെ ഇഷ്ടമാണ്. കിട്ടുന്നുണ്ടോ? ഈശോയ്ക്ക് ഇഷ്ടമുള്ള എല്ലാവരും ഈശോ വിളിക്കും. അങ്ങനെ പത്രോസ്ലിഹായെ വിളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ലൂക്കാ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. മറ്റ് സുവിശേഷങ്ങളും ഉണ്ട്, പക്ഷെ നമ്മളിന്ന് ലൂക്കാ നല്ല ഡീറ്റെയിലിൽ ചില കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് നമ്മൾ ലൂക്കാ സുവിശേഷം ഒന്ന് എടുക്കുകയാണ്. ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ ഈ പത്രോസ്ലിഹായെ ഈശോ ഈ ദൗത്യം ഏൽപ്പിക്കുന്നൊരു സിറ്റുവേഷൻ. നേരത്തെ തന്നെ പത്രോസിൻ്റെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അമ്മായിയമ്മയ്ക്ക് പനിയൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഈശോ നേരത്തെ പോകുന്നുണ്ട്. ഇവർ തമ്മിൽ നേരത്തെ അറിയാൻ തോന്നും, അറിയാതിരിക്കില്ലേ? ആദ്യത്തെ 4 ശിഷ്യന്മാരെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ പത്രോസിൻ്റെ വീട്ടിലൊക്കെ പോകുന്നതായിട്ട് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. അതിൻ്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കായിരുന്നു. സോ ഓൺ എ പർട്ടിക്കുലർ ബ്യൂട്ടിഫുൾ ഡേ, ഒരു നല്ലൊരു ദിവസം, ഒരു പകൽ, ഒരു പ്രഭാതമായിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിരിക്കാം, രാവിലെ ആയിരിക്കും. ആ സമയത്താണ് മുക്കുവരൊക്കെ ഇങ്ങനെ പോയി മീനൊക്കെ പിടിച്ച് കഴിഞ്ഞൊരു വല നന്നാക്കുന്നത്. ആണോ? എന്നാ തോന്നുന്നത്, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ തോന്നുന്നു. മേ ബി നമുക്കൊരു പ്രഭാത സമയമായിട്ട് എടുക്കാം. ഈശോ ഗനേസരത്ത് തടാകം, അതിന് മറ്റു പേരുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, അവിടെ നിൽക്കുകയാണ്. അടുത്തൊരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്. 2 വള്ളങ്ങൾ കരയോട് അടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. 2 വള്ളങ്ങൾ അവിടെ കിടക്കുന്നു. ഈശോയുടെ നോക്കി നിൽക്കുന്നു. 2 വള്ളം കണ്ടു. ആൻഡ് ഹി ചോസ് 1. ഒരെണ്ണം ചൂസ് ചെയ്തു. വൈ? ഈശോയുടെ ഇഷ്ടമാണ്. ഓക്കെ, ഈശോയുടെ ഇഷ്ടമാണ്. ഈശോ ഇഷ്ടത്തോടെ ചൂസ് ചെയ്തു. ഈശോ അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് ഈശോ ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സോ പത്രോസ്ലിഹായുടെ ലൈഫിൽ ഈശോയുമായിട്ടൊരു എൻകൗണ്ടർ നടക്കുന്നത് അമ്മായിയമ്മയുടെ പനിയുടെ സമയത്തല്ല. പത്രോസ് നന്നിട്ട് പണിയെടുത്ത് ഊപ്പാട് തെറ്റി നിൽക്കുന്നൊരു സമയമാണ്. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഇയാൾ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈശോ അയാളുടെ വള്ളത്തിലേക്ക് കയറി. ഇത് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് നമ്മളെ ഇഷ്ടമാണ്. ആണോ? നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യങ്ങൾ, എന്തായാലും ഈശോയ്ക്ക് ഇഷ്ടമാണ്. അലൗ ഹിം ടു ലവ് യു. നിന്നെ സ്നേഹിക്കാൻ ഈശോയെന്ന് അനുവദിക്കുക. ഇത് പറയുന്നത് നിങ്ങൾ നല്ല ശ്രദ്ധയോടെ ഇരിക്കണം, നല്ല ശ്രദ്ധയോടെ ഇരിക്കണം. എനിക്ക് വേറെ ഒന്നും പറഞ്ഞു തരാനില്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്നത്തെ ഒരു ദിവസം. ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ നിങ്ങൾ അനുവദിക്കുക. നമ്മുടെ ജീവിതത്തിലെ പല സങ്കടങ്ങളുടെയും പിന്നാമ്പുറത്ത് ഇങ്ങനെ ഒരു കാര്യം കിടപ്പുണ്ട്. ഈശോ ഇങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ട് ഓടി ഓടി നമ്മുടെ വള്ളത്തെ നോക്കി നടക്കുകയാണ്. വേറെ ഒരു വള്ളവും ഈ തീരത്ത് കിടക്കുന്നത്, ഈ തടാക തീരത്ത് കിടക്കുന്നത് ഒന്നും ഈശോ ശ്രദ്ധിക്കുന്നില്ല. ഈശോ നിൻ്റെ ലൈഫ് തന്നെ നോക്കിയിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഈശോയെ നീ എന്നെ നോക്കാഞ്ഞേ, എൻ്റെ കാര്യത്തിൽ എന്നെ പരിഗണിക്കാതെ, നീ എൻ്റെ വീട്ടിലോട്ട് വരാഞ്ഞേ. സോ ഇത് നല്ല രീതിയിൽ ചിന്തിച്ചോണം. നിങ്ങളുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഫോർ എക്സാമ്പിൾ ഒരു കടം, ഒരു പ്രണയ നൈരാശ്യം, വീട്ടിലൊരു മരണം, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല, സങ്കടമാണ്. ഈ സമയത്തൊക്കെ നിങ്ങൾ ഈശോയോട് ഇങ്ങനെ ചോദിക്കണം, വൈ വെയർ യു ലേറ്റ്? നീ എന്തുകൊണ്ട് വന്നില്ല? നീ എന്തുകൊണ്ട് താമസിച്ചു? നീ എന്തുകൊണ്ട് ഇടപെട്ടില്ല? ഈശോ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നെ നിൻ്റെ വീട്ടിലേക്ക്, നിൻ്റെ ഈ വള്ളത്തിലേക്ക് കയറാനൊന്ന് അനുവദിക്കുക. അലൗ മീ ടു ലവ് യു, അലൗ മീ ടു കൺട്രോൾ യു. നിൻ്റെ ജീവിതത്തിൻ്റെ പങ്കായമെടുക്കാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ നേതൃത്വം മുന്നോട്ട് നയിക്കാൻ എന്നെ ഒന്ന് നീ ഇൻചാർജ് ആക്ക്. പക്ഷെ നമ്മൾ ആ വിളി കേൾക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ വ്യാകുലതകളെല്ലാം നമ്മളിങ്ങനെ പൊക്കി 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 ഈശോയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഈശോ നമ്മളെ നോക്കുന്നത് കാണുന്നില്ല. കാരണം നമ്മളിങ്ങനെ കെട്ട് കണക്കിന് ഭാരമെടുത്ത് ഈശോയെ എനിക്കിതുണ്ടേ, എനിക്ക് ഈ പ്രശ്നമുണ്ടേ, ഈശോയുടെ കണ്ണും മൂക്കും എല്ലാം കൂടി ഇങ്ങനെ മൂടി വെച്ചേക്കാണ്. എന്നെ നോക്കണ്ട, എൻ്റെ പ്രശ്നങ്ങളെ നോക്കാൻ. അച്ഛൻ പറയുന്ന പിടികിട്ടുന്നുണ്ടോ? അതല്ലേ നമ്മുടെ പ്രാർത്ഥന? ഹലോ, നമ്മുടെ പ്രശ്നം അത് തന്നെയാണ്. എൻ്റെ കടം, എൻ്റെ വേറെ രോഗം, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ റിയാലിറ്റിയാണ്. നമ്മളിത് വേറെ ആരോട് പറയാനുണ്ട്? ഈശോയുടെ പറയാനുള്ളൂ. ഇതിങ്ങനെ പൊക്കി പൊക്കി വെച്ചേക്കാണ്.
ഈശോയെ എൻ്റെ കടത്തിലേക്ക് നോക്ക്, എൻ്റെ രോഗത്തിലേക്ക് നോക്ക്, എൻ്റെ വേദനയിലേക്ക് നോക്ക്. ഈശോ ഇതിലോട്ടൊന്നും നോക്കില്ല. ഈശോ നോക്കുന്നത് നിൻ്റെ വള്ളത്തിലേക്ക്, നിൻ്റെ ജീവിതത്തിലേക്കാണ്. അലൗ മീ ടു ലവ് യു. നിന്നെ ഒന്ന് നോക്കാൻ, നിന്നെ ഒന്ന് സ്നേഹിക്കാൻ, നിൻ്റെ ലൈഫാകുന്ന ഈ ബോട്ട്, ഈ ജീവിതത്തെ ഒന്ന് മുന്നോട്ട് നയിക്കാൻ നീ എന്നെ ഒന്ന് അനുവദിക്കുക. നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട്, കർത്താവേ 3 ചോയ്സുകൾ, നിനക്ക് ഏതെങ്കിലും തിരഞ്ഞെടുക്കാം എന്നൊക്കെയാണ് ഈശോയോട് പോയി പറയുന്നത്. എന്നിട്ട് സങ്കടം വരുമ്പോഴത്തേനും നിന്നോട് പ്രാർത്ഥിച്ചിട്ടല്ലേ ഞാൻ തീരുമാനം എടുത്തു. എന്നാ പ്രാർത്ഥിച്ചിട്ട്? നിങ്ങൾ 2-3 തീരുമാനം എടുത്ത് ഈശോയുടെ കയ്യിലോട്ട് കൊടുത്തു. ഇതും ഇഷ്ടം, ഇതും ഇഷ്ടം, ഇതും ഇഷ്ടം. ഈശോയ്ക്ക് 3 കാര്യത്തെക്കാൾ കൂടുതൽ ഇഷ്ടം ആരെയാണ്? നിന്നെയാണ്. പക്ഷെ നമ്മൾ അലൗ ചെയ്യുന്നില്ല. പത്രോസ് അയാളുടെ ലൈഫ് മാറുന്നത്, ഈശോയുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്, ഈശോയെ കണ്ടുമുട്ടി അയാളുടെ ജീവിതം മുഴുവൻ മാറുന്നത് എങ്ങനെയാണ്? ഒരു കുറവും ഈശോ ഉണ്ടാകാൻ അനുവദിക്കില്ല. ഈശോയൊന്ന് വള്ളത്തിൽ കയറാൻ അനുവദിച്ചു. അവിടെ ഇരുന്ന് ഈശോ പഠിപ്പിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറ ഹല്ലേലൂയാ. നല്ല പണിയാണോ ഇത് പഠിപ്പിക്കുന്നത്? നല്ല പണിയാണോ? ഭയങ്കര ബോറം പരിപാടിയാണ്. നമ്മൾ ഈശോയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഈശോ വരുന്നു, കടം മാറുന്നു. ഈശോ വരുന്നു, കല്യാണം നടക്കുന്നു. ഈശോ വരുന്നു, കൊച്ചുണ്ടാവുന്നു. ഈശോ വരുന്നു, വീട് പണി പൂർത്തിയാകുന്നു. റിയാലിറ്റി. പക്ഷേ ഈശോ വന്നിട്ട് ചെയ്യുന്ന ആദ്യത്തെ പണി എന്നാണെന്നറിയോ? പഠിപ്പിക്കുകയാണ്. നല്ല ബോറം പരിപാടിയാണ്. മുമ്പിലിരിക്കുന്ന സിസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്ക്. ഞങ്ങളൊരു 5-8 ദിവസമായെന്ന് തോന്നല്ലേ ബൈബിള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ വൈകിട്ട് പഴയ നിയമം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളൊന്നും ചിന്തിക്കാത്ത രീതിയിലാണ് ഞങ്ങൾ ബൈബിള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു ആംഗിളിൽ. കൊതിച്ചിരുന്നോ കേട്ടോ, കൊതിച്ചിരുന്നോ? ഞങ്ങൾ പഴയ നിയമം ഇന്നലെ പൂർത്തിയാക്കി. മക്കവായരെ കൊണ്ട് അടിയൊക്കെ ഉണ്ടാക്കി നമ്മൾ പഴയ നിയമം പൂർത്തിയാക്കി. ഞങ്ങൾ ഇന്ന് വൈകിട്ട് പുതിയ നിയമം ആരംഭിക്കും അല്ലേ? ആരംഭിക്കും. ഞങ്ങൾ ഈശോയെ കണ്ടുമുട്ടാൻ വേണ്ടി പോവാണ്. ഇന്ന് വൈകുന്നേരം മുതൽ ഒരു പേഴ്സണൽ എൻകൗണ്ടറിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾ സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവർ. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സോ ഈശോ വന്ന് കയറിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈശോ സംസാരിക്കുകയാണ്. പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു സംസാരം നടക്കുന്നുണ്ടല്ലോ. ഈശോ നമ്മളോട് പറയും, നമ്മുടെ ലൈഫിലോട്ട് ഈശോ കയറി കഴിഞ്ഞാലും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹി വാണ്ട്സ് ടു സ്പീക്ക്. തമ്പുരാൻ ആവശ്യപ്പെട്ടതാണ് അലൗ മീ ടു ലവ് യു. നിന്നെ സ്നേഹിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കും. സ്നേഹത്തിൻ്റെ വലിയൊരു കാര്യമാണ് സംസാരം. ആണോ? വർത്താനം ഇല്ലാണ്ട് സ്നേഹമുണ്ടോ? ചില വർത്താനങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്, സംസാരം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്, സ്നേഹം കൂടാൻ വേണ്ടി. പക്ഷേ കോൺവെർസേഷൻ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ദാമ്പത്യ ബന്ധത്തിൽ, ഒരു സ്നേഹബന്ധത്തിൽ, ഒരു സൗഹൃദത്തിൽ എല്ലാം ഈ കോൺവെർസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പോയാൽ ബന്ധങ്ങളെല്ലാം വഷളാവും, അകന്നു പോവും, കുളമാവും. ഇപ്പം ഈശോ വന്ന് കയറിയ ഉടനെ പത്രോസിൻ്റെ പ്രശ്നങ്ങൾ മാറ്റുകയല്ല. ഈശോ വന്നു, ഇനി ഞാൻ വല നന്നാക്കണ്ട, ഈശോ ഡിം എന്ന് കാണിക്കുന്നതിന് എൻ്റെ വല നന്നായി കിട്ടും. നോ, ഒരു അത്ഭുതം അപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അയാൾ ഈശോയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു, അനുവദിച്ചു. പത്രോസിനെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങാൻ പത്രോസ് ഈശോയ്ക്ക് ഒരു പെർമിഷൻ കൊടുത്തു. ഈശോ അയാളുടെ ജീവിതത്തിലേക്ക്, വള്ളത്തിലേക്ക് കയറി. അവിടെ ഇരുന്ന് ഈശോ സംസാരിക്കാൻ തുടങ്ങി. കിട്ടുന്നുണ്ടോ? അവൻ തൻ്റെ അടുത്തേക്ക് അവരെ വിളിച്ചു, കൂടെ നിർത്തി, പഠിപ്പിച്ചു. എന്നിട്ടാണ് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി പിന്നീട് പറഞ്ഞു വിടുന്നത്. പക്ഷേ ഈശോ ആദ്യം പഠിപ്പിക്കാൻ തുടങ്ങി. പത്രോസ് ഇത് കേട്ടോ പത്രോസ് ഇത് കേട്ടു. അയാൾക്ക് മനസ്സിലായി, കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിൽ വന്ന് അമ്മച്ചിയുടെ രോഗം മാറ്റുക എന്നുള്ളത് മാത്രമല്ല, ഇയാളൊരു ടീച്ചറാണ്. അതുകൊണ്ടാണ് ഈശോയെ നോക്കിയിട്ട് വിളിക്കുന്നത് ഗുരു. ഇത് ഈ ലൈഫിലെ ഈ സിറ്റുവേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇരുന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. 4-ാമത്തെ വാക്യം, സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു. എന്നുവെച്ചാൽ ഇനി പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ ശിമയോനോട് പറയാൻ പോകുന്ന കാര്യം എന്താണ്? ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക എന്ന് വെച്ചാൽ, ഈശോയൊന്ന് അനുവദിച്ചാൽ ആദ്യം അവൻ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് ഇനി നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങളിലേക്ക് ഈശോ കടക്കുകയാണ്. കിട്ടുന്നുണ്ടോ? ഈശോയെ സ്വീകരിച്ചാൽ, ഈശോയെ നമ്മളെ ഒന്ന് സ്നേഹിക്കാൻ ഈശോ അനുവദിച്ചാൽ അവൻ ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞു തരും. നിന്റെ പ്രശ്നങ്ങൾ മാറ്റാതിരിക്കുകയോ ആ കാര്യത്തിൽ ഇടപെടാതിരിക്കുകയോ അല്ല, ആദ്യം നീ ഈശോ പറയുന്നത് കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് ഈശോ നിന്നോട് സംസാരിക്കുന്നു വെച്ചാൽ നിന്റെ പേഴ്സണൽ പ്രശ്നങ്ങളിലേക്ക് അവൻ കൃത്യമായിട്ട് ഇടപെടും. അവരോട് പറയാണ്, ശിമയോനെ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ശിമയോൻ എന്തേലും നേരത്തെ പറഞ്ഞോ? കർത്താവെ ആകെ ചമ്മി നിൽക്കുകയാണ്, വലയിട്ട് വല കീറുകയല്ലാണ്ട് ഒരു ചക്കച്ചോളയും കിട്ടിയിട്ടില്ല, വല്ലതും പറഞ്ഞോ? ഇല്ല. അവൻ ആ കിടക്കുന്ന 100 കണക്കിന് ബോട്ടുകൾക്കിടയിൽ ഈ ബോട്ട് കണ്ടെങ്കിൽ, ആ ബോട്ടിൻ്റെ ഉടമയായ ശിമയോനെ കണ്ടെങ്കിൽ, അതിനർത്ഥം ഈ ശിമയോൻ്റെ രാത്രിയിലെ പ്രശ്നത്തെയും അവൻ കണ്ടു എന്നാണ്. കിട്ടുന്നുണ്ടോ? അതായത് നമ്മളെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് ഈശോ. അവൻ കണ്ടിട്ടുണ്ട്,
നിന്റെ വീട്ടിലോട്ട്, നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. കയറാൻ അനുവദിച്ചാൽ, അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നീ അനുഭവിക്കുന്ന പ്രശ്നത്തെ അവൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ? സോ ഈശോയെ സ്വീകരിക്കുന്നത് നഷ്ടമായിട്ട് ചിന്തിക്കരുത്. പഠിത്തം ഇങ്ങനെ കേട്ടിരിക്കണ്ടേ, ധ്യാനം ഇങ്ങനെ കൂടണ്ടേ, ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണ്ടേ, പള്ളി പോകണ്ടേ, തെറ്റുകൾ ചെയ്യാണ്ട് ജീവിക്കണ്ടേ, നഷ്ടമല്ലേ? ഹി നോസ്. അവൻ കണ്ടിട്ടുണ്ട്. അവൻ കണ്ടിട്ട് ഈ തടാക തീരത്ത്, ഈ കടൽ തീരത്ത് കിടക്കുന്ന സകല ബോട്ടുകളും മാറ്റി ഈ ഒരൊറ്റ ബോട്ട് ശ്രദ്ധിക്കുകയും ഈ ഒരൊറ്റ മുക്കുവനെ ശ്രദ്ധിക്കുകയും ചെയ്തു. ദാറ്റ് മീൻസ് ഹി ഹാസ് സീൻ യുവർ പ്രോബ്ലം. നിന്റെ പ്രശ്നത്തെ അവൻ കണ്ടിട്ടുണ്ട്. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വലതുകൈ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മീൻ പിടിക്കാൻ വലയിറക്കാൻ വേണ്ടിയിട്ട് പത്രോസിനോട് പറഞ്ഞു. ശിമയോൻ പറഞ്ഞു ഗുരോ. ആ വിളി ഓർക്കണം, ഗുരോ. കാരണം ടീച്ചറാണ്, ഇത്ര നേരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഗുരോ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. നമ്മൾ ഒത്തിരി ധ്യാനിച്ചിട്ടുള്ളൊരു വചനമാണ് അല്ലേ? ഞങ്ങൾ അധ്വാനിച്ചിട്ട് കിട്ടിയില്ല. ആരോടാ പറയുന്നത്? അറിയാൻ പാടില്ലേ? അറിയാമായിട്ടാണല്ലോ പറയുന്നത്. വെറുതെ ഇരുന്ന് എന്നാ സമയം പോയി, എന്നാ ഒന്ന് ചൂണ്ടയിട്ടേക്കാം, പഠിപ്പിച്ചതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർവെല്ലൊക്കെ ആവട്ടെ, പാടാം, ഞാൻ ചൂണ്ടയിടാം, അങ്ങനെയാണല്ലോ ഈശോ പറഞ്ഞത്. ഇവൻ്റെ തലേ രാത്രിയിലെ പ്രശ്നങ്ങൾ മുഴുവൻ ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞേ ഹല്ലേലൂയ. ശിമയോൻ പറഞ്ഞു കർത്താവേ, റിയാലിറ്റി ഇങ്ങനെയാണ്. ഇപ്പോൾ അച്ഛന് നിങ്ങളോട് പറയാം, 10 ലക്ഷം രൂപ കടമുണ്ടല്ലേ, പ്രാർത്ഥിച്ചോളാം കേട്ടോ. വീട്ടിൽ പ്രശ്നം അച്ചോ, പ്രാർത്ഥിക്കാം കേട്ടോ. അച്ഛാ പ്രശ്നം അത്രയല്ല അച്ഛാ, അച്ഛൻ ചിന്തിക്കുന്ന പോലെ അല്ല. എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛോ ഒരു 10 മിനിറ്റ് കൂടെ കേട്ടിരിക്കച്ചാ. ഞാൻ പറഞ്ഞ പ്രശ്നം എന്താണ്? വീട്ടിൽ മോൻ അനുസരിക്കുന്നില്ല. ഓക്കെ ഫൈൻ ചേച്ചി, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അല്ല അച്ഛനൊന്നൊന്ന് കേക്ക്. ഓക്കെ അച്ഛാ മോനെ അവൻ 3rd ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്നിട്ട് അന്ന് മുതലേ അനുസരണയില്ല, ഇപ്പോഴും അനുസരണയില്ല. ഓക്കെ ഫൈൻ, അതല്ലേ ചേട്ടത്തി മുമ്പേ പറഞ്ഞത്. നമുക്കിതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം അല്ലേ? എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരാൻ താല്പര്യമുള്ളവർക്കെല്ലാം മനസ്സംഗം എടുത്തില്ലേ? ഫൈൻ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ സൗരങ്ങളെ ഈശോയോട് ശിമോൻ ഇങ്ങനെ കാര്യം പറയാണ്. കർത്താവെ കൊള്ളാം, നല്ല സെൻറ്റൻസ് ആണ്. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. പറഞ്ഞ കർത്താവല്ല, ഗുരുവാണ്, നല്ല രസം കേൾക്കാൻ. ശിമോൻ ആ റിയാലിറ്റി അങ്ങ് പറയാണ്. കർത്താവെ ഗുരുവൊക്കെയാണ്, അടിപൊളിയാണ്, സംഭവം കൊള്ളാം. രാത്രി മുഴുവൻ എൻ്റെ കഷ്ടപ്പാട് എനിക്കറിയാം. കടം 10 ലക്ഷമാണ്. രോഗം ഇത്ര വർഷമായിട്ടുണ്ട്. ജീവിത പങ്കാളി ഇത്ര വർഷമായിട്ട് ഇങ്ങനെയാണ്. മക്കൾ ഇങ്ങനെയാണ്. റിയാലിറ്റി ഇതാണ്. ഒരു അല്പവിശ്വാസം കിടപ്പുണ്ട് അതിനകത്ത്. അല്പം വിശ്വാസമല്ല, അല്പവിശ്വാസം. ഇതാണ് റിയാലിറ്റി. പക്ഷെ പറഞ്ഞതാരാണ്? ഈശോയാണ്. ഈശോ അത് പറഞ്ഞിട്ടും വചനത്തിലൂടെ വാഗ്ദാനങ്ങൾ തന്നിട്ടും ഒത്തിരി ധ്യാനങ്ങളിൽ, പേഴ്സണൽ പ്രാർത്ഥനകളിലൊക്കെ കർത്താവ് വാഗ്ദാനം തന്നിട്ടും എന്നാലും കർത്താവേ ഇങ്ങനെയാണ്. നമ്മളെ പ്രശ്നത്തെ പിന്നെയും പൊക്കി കണ്ണ് മൂടിക്കും ഈശോ നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ നോക്കി പറയാണ്, മനെ സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. എന്നാലും പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് എന്നാലും ഒക്കെ ഒഴിവാക്കുക. ശിമയോനെ ഫോളോ ചെയ്യണം. അവനൊരു എന്നാലും പറയുന്നുണ്ട്. എന്നാലും നീ പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യാം. ബിക്കോസ് യു ഹാവ് സെഡ് ഇറ്റ്, ഐ വിൽ ഡു. നീ പറഞ്ഞതുകൊണ്ട്. ആരാ പറയുന്നത്? മരം മുറിച്ച് നടക്കുന്ന, മരത്തിന് ചിന്തയിലിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 10-30 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഈ കടലിൻ്റെ ആഴം അറിയാവുന്ന മുക്കുവനെയാണ് പഠിപ്പിക്കണത്. ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ. വേണേൽ തിരിച്ചു ചോദിക്കാം, കർത്താവേ വല്ല അറിയോ? പണ്ട് അവിടെ ഇസ്രായേലിൽ ജനിച്ച പോലെ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഞങ്ങൾക്ക് എന്തോരം കാര്യമുണ്ടെന്നറിയോ? ഈശോയെ, പണ്ട് നിനക്ക് ഗലീലിൽ നിന്ന് കഫർനാമിലേക്ക് പോകുമ്പോൾ ചുമ്മാ അങ്ങ് നടന്നു പോയാൽ മതി. ഇപ്പം വിസ, ഇൻ്റർവ്യൂ, ഏജൻസിക്ക് കൊടുക്കാനുള്ള പൈസ, പിന്നെ ഇതിന് വിളിക്കണം. ഈശോയ്ക്ക് വല്ല അറിയോ അല്ലേ നമ്മളെ കഷ്ടപ്പാട്? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയ്ക്കൊക്കെ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നാ പറയണേ? നമ്മൾ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നാൽ തന്നെ ചെയ്യും. കടം വാങ്ങും അല്ലേ? കടം വാങ്ങും, ലോൺ എടുക്കും. നമ്മുടെ ബുദ്ധിമുട്ട് വല്ലോ ഈശോയ്ക്ക് അറിയോ? പൈസ ഇല്ലയെന്ന് പറഞ്ഞപ്പം പത്രോസ് കൊണ്ട് അപ്പുറത്തെ സൈഡിലായിട്ട് മാറി നിന്ന് അവിടെ പോയിട്ട് വലയിട്. ഒരു മീൻ കാണും, ആ മീനിൻ്റെ വായിക്കാത്ത പൈസ കാണും. സിമ്പിൾ. നമുക്കങ്ങനെയല്ല. ഈശോയെ നമ്മുടെ വിഷമമല്ലേ മനസ്സിലാക്കി. ഞങ്ങളിങ്ങനെ മീനെ പിടിച്ചാൽ മീൻ ചീഞ്ഞ് നാറുന്നല്ലാണ്ട് നമ്മുടെ കടം മാറില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ ഈശോയ്ക്ക് ആ പ്രശ്നങ്ങൾ അറിയാം. ഒറ്റ വാക്കാണ്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. അയാൾ ആഴത്തിൽ നീക്കിയിട്ടുണ്ടാവും, നേരത്തെ വലയിറക്കിയിട്ടുണ്ടാവും. പക്ഷേ വാക്ക് പ്രധാനമാണ്. ഇത്രയും കാലം ചിലപ്പോൾ കൂടെയുള്ള അന്ത്രയോസോ യാക്കോബോ യോഹന്നാനോ ഒക്കെ പറഞ്ഞു കാണും, പത്രോസെ അവിടെ വലയിട്ട് നോക്കാം, ഇവിടെ വലയിട്ട് നോക്കാം, ഇയാളോട് സഹായം ചോദിക്കാം, ഇങ്ങനെ ചെയ്തു നോക്കാം. പലരും പറഞ്ഞു, പത്രോസ് പലതും ചെയ്തു. പക്ഷെ അയാൾ ഒന്നും കൂടെ വാക്ക് കേൾക്കാൻ തയ്യാറാകണ്. ആരുടെ വാക്ക്?
ഈശോയുടെ ഈ മീൻപിടുത്തമായിട്ട് ഒരു പരിചയമില്ലാത്ത ഈ കാർപ്പൻ്ററിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി തീരുമാനിക്കണം. കാരണം അതൊരു സാധാരണ കാർപ്പൻ്റർ അല്ല എന്ന് അയാൾക്ക് ഓൾറെഡി ബോധ്യമായി. അതുകൊണ്ടാണ് ഗുരു, ടീച്ചർ. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മലയാളത്തിൽ സംസ്കൃതത്തിലൊക്കെ അറിയായിരിക്കും. ഇരുട്ടിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരാൾ. ഗുരു, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. മക്കളെ, ശരിക്കും പറഞ്ഞാൽ ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത് വന്ന് ഈ വള്ളത്തിൽ കയറിയിരുന്ന് പലതവണ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ബൈബിൾ വായിക്കുന്ന സമയത്തായിരിക്കാം, ഒരു ധ്യാനം കൂടുന്ന സമയത്തായിരിക്കാം, നിങ്ങൾ പേഴ്സണൽ പ്രാർത്ഥനയുടെ സമയത്തായിരിക്കാം, നിങ്ങളൊരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്തായിരിക്കാം, തിരുസഭയോട് ചേർന്ന് നിന്ന് നിങ്ങൾ യാമപ്രാർത്ഥനകൾ ചെല്ലുന്ന സമയത്തായിരിക്കാം, നിങ്ങൾ ജപമാല ചെല്ലുന്ന സമയത്തായിരിക്കാം. ഹീസ് ടോക്കിംഗ്, അവൻ സംസാരിക്കുന്നുണ്ട്. നമ്മൾ കർത്താവെ നീ മിണ്ടുന്നില്ല തുറന്നു കിട്ടിയൊരു വചനത്തിലൂടെ കർത്താവ് ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവും. ചില വ്യാഖ്യാനങ്ങളിലൂടെ കർത്താവ് സംസാരിക്കുന്നുണ്ട്. വഴിയെ പോകുന്ന ഒരു വ്യക്തിയിലൂടെ കർത്താവ് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അതിനെ ഉയർത്തി വെച്ച് ഈശോ പറയുന്ന ഈ വാക്ക് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. 100 പേരുടെ അഭിപ്രായം നമ്മൾ കേട്ടു, ഈശോയുടെ വാക്ക് കേട്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? 100 പേരുടെ അഭിപ്രായം നമ്മൾ കേട്ടു, ഈശോയുടെ വാക്ക് കേൾക്കുന്നുണ്ടോന്ന്. അഭിപ്രായം എനിക്കും പറയാം, നിങ്ങളുടെ ആത്മീയ ഗുരുവിന് പറയാം, നിങ്ങളുടെ കൂട്ടുകാർക്ക്, അപ്പനും അമ്മയ്ക്ക് എല്ലാം പറയാം. വാക്ക് പറയാൻ ആർക്കേ പറ്റുള്ളൂ? ഈശോയ്ക്ക്. ഈശോയുടെ വാക്കെന്ന് പറഞ്ഞാൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. 100 അഭിപ്രായങ്ങൾ, ഒരു വാക്ക്. 100 അഭിപ്രായങ്ങൾ കേട്ടാൽ 100 കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഒരു വാക്ക് കേട്ടാൽ ജീവിതം മാറും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് ശ്ലീഹ തനിക്കറിയാവുന്ന ഒരു പ്രൊഫഷൻ, നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു പ്രൊഫഷൻ, രാത്രി മുഴുവൻ കിടന്ന് അധ്വാനിച്ചു, പ്രതീക്ഷിച്ച പോലെ ഫലം കിട്ടുന്നില്ല. നമ്മളൊക്കെ ഇങ്ങനെ പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നില്ല. ഒത്തിരി ആളുകളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്നു, ഒത്തിരി വഴികൾ നോക്കുന്നു, പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പേ നിന്നിട്ട് പറയാണ്, ഞാൻ കയറട്ടെ, ഞാൻ നിന്നെ സ്നേഹിക്കട്ടെ, ഞാൻ നിന്നോട് സംസാരിക്കട്ടെ, എൻ്റെ വാക്ക് ഞാൻ നിന്നോട് പറയട്ടെ, ആൻഡ് നൗ യു ഡു ഇറ്റ്. ഈശോട് നമ്മൾ പിന്നെ പറയാൻ പോകുന്നത് അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ ശ്രമിച്ചു, നോ, എന്നാലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാം. പറഞ്ഞേ ഹല്ലേലൂയ. സോ സംഭവിച്ച എന്താ നമുക്കറിയാം. 6-ാമത്തെ വാക്യം, വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി, അവരുടെ വല കയറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. അതൊരു വലിയ ശൂന്യതയിലാണ് ഈശോ കയറിയിരിക്കുന്നത്. നിങ്ങളതൊക്കെ ശ്രദ്ധിക്കണം. മീൻ നിറഞ്ഞിരിക്കുന്നൊരു വള്ളത്തിലേക്ക് ഈശോ കയറുമെന്ന് തോന്നുന്നുണ്ടായിരുന്നോ? എന്തൊരു നാറ്റമായിരിക്കും അല്ലേ? നാറ്റം എന്നല്ല, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഈ ബോട്ട് കാലി ആയതുകൊണ്ടല്ലേ ഈശോ കയറിയത്? ആണോ? അവിടെ എന്തോരം ബോട്ടുണ്ട് ചേട്ടാ, അല്ലേ? എന്തോരം ബോട്ടുണ്ട്, എന്തോരം ആൾക്കാരുണ്ട്. പത്രോസ് അന്ന് നിൽക്കുന്നൊരു മൂഡുണ്ടാവും. അതായത് നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിയേ, നിങ്ങളൊരു മാസക്കാലം ഒരാളുടെ കീഴിൽ ജോലി ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു ഓഫീസിൽ ജോലി ചെയ്തു, 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും അയാൾ നിങ്ങളുടെ സാലറി തരുന്നില്ല. ചിന്തിച്ച് നോക്ക്. നിങ്ങൾ പൈസ ഒരാൾക്ക് കടം കൊടുത്തു, 1 മാസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ കഷ്ടപ്പെട്ടാണ്, നിങ്ങളുടെ ഒരു ബന്ധുവായിരിക്കാം, നിങ്ങളുടെ ഒരു കൂട്ടുകാരനായിരിക്കാം, പ്രിയപ്പെട്ട വിശ്വസ്തനായിരിക്കാം, അയാൾക്ക് നിങ്ങളൊരു 5 ലക്ഷം രൂപ കടം കൊടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ ആളെ കാണുന്നില്ല. കിട്ടുന്നുണ്ടോ? ഇപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചതിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ കൂടെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്ന ഒരാൾ, സഹോദരനേക്കാൾ അധികമായിട്ട് നിങ്ങൾ കൈ കൊടുത്ത് ഹൃദയം കൊടുത്ത് സ്നേഹിച്ച ഒരാൾ, നിങ്ങൾ വിശ്വസിച്ച ഒരാൾ, പെട്ടെന്നൊരു ദിവസം ആളെ കാണുന്നില്ല, പോവാണ്. സ്നേഹത്തിൻ്റെ കാര്യത്തിലും വിശ്വസ്തയുടെ കാര്യത്തിലും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച് അകന്നു പോകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു പിറ്റേ ദിവസത്തെ ഓർത്ത് നോക്കി, അതായത് നിങ്ങൾ ചതിക്കപ്പെട്ടു എന്നറിയുന്ന ആ ദിവസത്തെ നിങ്ങൾ ഓർത്ത് നോക്കി. അനുഭവം ഉള്ളവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ കഥയാണ്. ചതിക്കപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് ഉത്തരം കിട്ടേണ്ടതായിരുന്നു, കിട്ടിയത് ഉത്തരവല്ല, ഒരു ഇടിത്തിയായിരുന്നു. എന്നെ ചെയ്യും മനുഷ്യൻ? ഈശോ ഇത് കാണുകയാണ്. പത്രോസ് കഴിഞ്ഞൊരു രാത്രി മുഴുവൻ കടന്ന് പണിയെടുത്ത്, 1 മാസം പണിയെടുത്ത് സാലറി കിട്ടാത്തവൻ, ജോലി സ്ഥലത്ത് ചതിക്കപ്പെട്ടവൻ, ബിസിനസ് പാർട്ട്ണർ ചതിച്ചവൻ, കൂടെ നിന്നവർ വഞ്ചിച്ച് പോയവൻ, അവൻ നിൽക്കുന്നൊരു നിപ്പുണ്ട്. ഈ ശൂന്യമായ വള്ളത്തിൻ്റെ മുമ്പിൽ ഇവൻ വീണതും ഇവൻ തോറ്റതും കണ്ട നാട്ടുകാരുടെ മുമ്പിൽ, സഹപ്രവർത്തകരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു പത്രോസ്, ഒരു ശിമയോൻ. നമ്മളൊക്കെയാണ് മക്കളെ, ആരും കാണുന്നില്ല. അത്രയും കാലം പ്രോത്സാഹനം തന്ന അപ്പനെ അമ്മേനെയും പോലും കാണില്ല. നിങ്ങളുടെ ജീവിത പങ്കാളി കാണില്ല. നിങ്ങൾ എന്ത് വിവേകശൂന്യതയാണ് കാണിച്ചത്, പൊട്ടത്തരം കാണിച്ചത്? എന്നോടൊന്ന് ചോദിക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ച് 100 പേര് അപ്പുറം ഇപ്പുറം നിൽക്കും. മക്കൾ കളിയാക്കും മാതാപിതാക്കളെ. അപ്പന് ബോധമുണ്ടോ എന്ന് ചോദിക്കും.
അപ്പന് വിവരമുണ്ട്, ഇത്രയും കാലം സയൻസ് ഇത്രയും പുരോഗമിച്ച സമയത്ത് പത്രം വായിക്കണ്ടേ, അറ്റ്ലീസ്റ്റ് പത്രം വായിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ. ഇവരൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നവർ പോലും നമുക്കെതിരെ തിരിയും. പത്രോസ് അങ്ങനെ ചതഞ്ഞ് നിൽക്കുകയാണ്. നിന്നിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞൂടാ. അത്രയും കാലം ചിലപ്പോൾ മാതൃകാ പുരുഷൻ മാതൃകാ സ്ത്രീ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. നമ്മളൊന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേനും കൈകൊട്ടി ചിരിക്കാൻ, കുറ്റങ്ങൾ ആരോപിക്കാൻ, കൈ ചൂണ്ടാൻ, അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ, ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ, 100 അഭിപ്രായങ്ങൾ. പക്ഷെ ഒരാളിതെല്ലാം കണ്ടോണ്ട് നിൽക്കുന്നുണ്ട്. അഭിപ്രായം പറയാനല്ല, ഈ ശൂന്യത നിറയ്ക്കാൻ പറ്റുന്ന ഒരാൾ. ആ ശൂന്യമായി കിടക്കുന്ന വള്ളത്തിലേക്ക് ഇനി പ്രതീക്ഷയ്ക്കൊന്നും വകുപ്പില്ലാത്ത ഒരു രാത്രി മുഴുവൻ, ഒരു മാസം മുഴുവൻ, ഒരായുസ് മുഴുവൻ എല്ല് മുറുങ്ങി ചോര നീരാക്കി പണിയെടുത്ത് ഓട്ടക്കൈയുമായിട്ട് നിൽക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിലാണ് ഇത് കണ്ട ഒരാൾ വന്ന് നിൽക്കുന്നത്. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, കയറി വാ കർത്താവെന്ന് പറഞ്ഞേക്കുക, അനുവദിക്കുക. ഇല്ലെങ്കിൽ അവൻ അടുത്ത ബോട്ട് നോക്കും. കാരണം കാലിയായി കിടക്കുന്ന ഒരേ ഒരു ബോട്ട് പത്രോസിൻ്റെത് ആയിരിക്കണമെന്നില്ല. ഈ പ്രശ്നം അനുഭവിക്കുന്ന, ഈ കടം അനുഭവിക്കുന്ന, ഈ രോഗം അനുഭവിക്കുന്ന ഈ നാട്ടിലെ ഒരേ ഒരാൾ നിങ്ങളല്ല. സൊല്യൂഷൻ കൊടുക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്, കർത്താവിനെ സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്. യു റിസീവ് ഹിം, വെൽക്കം ഹിം. ഈശോയെ സ്വീകരിച്ചു, പഠിപ്പിച്ചു, വാക്ക് കേട്ടു, ഈശോ പറഞ്ഞനുസരിച്ച് ആഴത്തിലേക്ക് നീക്കി വലയിറക്കി. സാധാരണ കിട്ടുന്നത് ഒരു വല നിറയാണ്, ഇപ്പം കിട്ടിയത് 2 വള്ളം നിറയാണ്. കിട്ടുന്നുണ്ടോ? എല്ലാ ദിവസവും പണിയെടുത്തു, നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. കിട്ടുന്നത് ഒരു വല നിറയാണ്. പക്ഷേ ഈശോ പറഞ്ഞത് കേട്ട് വലയിറക്കിയാൽ വല നിറയുവോളം അല്ല, 2 വള്ളം നിറയുവോളം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. വല അവിടെ ഇരിക്കട്ടെ, ബോട്ട് അവിടെ ഇരിക്കട്ടെ, മീൻ അവിടെ തന്നെ ഉണ്ടല്ലോ. നമുക്ക് വേണ്ടത് ആരെയാണ്? ഈശോയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പത്രോസ് നിറഞ്ഞു നിൽക്കുകയാണ്. ബോട്ട് മാത്രമല്ല, അയാളുടെ ചങ്ക് നിറഞ്ഞ് പൊട്ടുകയാണ്. മുട്ടുകുത്തി നിന്നുകൊണ്ട് പത്രോസ് ഒരു വാക്ക് പറയുന്നുണ്ട്, പൊക്കോ, ഇത്ര അനുഗ്രഹം കിട്ടാൻ എനിക്കൊരു യോഗ്യതയില്ല, ഞാനൊരു പാപിയാണ്. നമുക്കും അനുഗ്രഹം കിട്ടുന്ന സമയത്ത് ഓർത്തോണം, നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് പോകുന്നു, പ്രാർത്ഥിക്കുന്ന ഉത്തരങ്ങളൊക്കെ കിട്ടുന്നു, നിങ്ങൾ വിശുദ്ധരാണെന്നുള്ളതിൻ്റെ തെളിവൊന്നും അല്ലത്. പത്രോസിൽ നിറഞ്ഞു കിട്ടിയ സമയത്ത് പഞ്ചായത്തിലെ ഏറ്റവും മിടുക്കൻ ഞാനാണ്, വിശുദ്ധൻ ഞാനാണെന്ന് പറഞ്ഞ് നടക്കല്ല, ഞെളിഞ്ഞ് നടക്കല്ല. ആത്മീയതയുടെ ഒരു ഞെളിഞ്ഞുകൂത്തലുണ്ടല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നടന്ന് കിട്ടുമ്പോഴത്തേനും നിങ്ങളൊക്കെ പാപികൾ, ഞങ്ങളൊക്കെ ഹൈ ക്ലാസ്. നോ, പത്രോസിൻ്റെ ഉള്ളിലോട്ട് ആദ്യം നിറഞ്ഞ വികാരം എളിമപ്പെടലാണ്. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, ദൈവം എൻ്റെ സങ്കടം കണ്ടു, എൻ്റെ ശൂന്യത കണ്ടു, അവൻ നിറച്ചു തന്നു എന്ന് കണ്ട സമയത്ത് പത്രോസ് എളിമപ്പെട്ട് കർത്താവിനോട് പറയാണ്, ഗുരു, എനിക്കിതിനുള്ളൊരു താങ്ങാൻ പറ്റുന്നില്ല, ഈ അനുഗ്രഹം താങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. എന്ത് അനുഗ്രഹം എന്നറിയോ? വള്ളത്തിൽ മീനാണ് നിറഞ്ഞേക്കുന്നത്. പത്രോസിൻ്റെ ഉള്ളിലോ സ്നേഹം. അലൗ മീ ടു ലവ് യു. വള്ളത്തിൻ്റെ മുമ്പിൽ നിന്നോട്ട് പറയുന്നത്, നിന്റെ വള്ളത്തിൽ മീൻ നിറയ്ക്കാൻ എന്നെ അനുവദിക്കാനല്ല ഈശോ പറയണേ. നിന്റെ ലൈഫിലെ ഈ ശൂന്യത മാറ്റിയെടുക്കാൻ, ആ ശൂന്യതയെ മാറ്റിയെടുക്കാൻ ഒറ്റ കാര്യത്തിനേ പറ്റുള്ളൂ, ഈശോയുടെ സ്നേഹം. ബാക്കി എല്ലാ സ്നേഹങ്ങളും, ബാക്കി എല്ലാ നിറവുകളും കുറവുകളായിട്ട് മാറും. ബാക്കി എല്ലാ സ്നേഹങ്ങളും നമ്മളെ സങ്കടപ്പെടുത്തും. ഈ ശൂന്യത മാറ്റാൻ, ഇതിനെ ഫില്ല് ചെയ്യാൻ ഒറ്റ ആൾക്കേ പറ്റുള്ളൂ, ഈശോയ്ക്ക്, ഈശോയുടെ വാക്കിന്. അവൻ വന്നാൽ, അവനെ സ്വീകരിച്ചാൽ, ആ വാക്ക് കേട്ടാൽ നിറയും. അടുത്തുള്ള വള്ളത്തിലേക്ക് കൂടെ കൊടുക്കാൻ പറ്റുന്ന അത്ര നിറച്ച് അമർത്തി കർത്താവ് തരും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വാക്ക് കേൾക്കണം, സ്നേഹിക്കാൻ അനുവദിക്കണം. ചങ്കിൽ സ്നേഹം കൂടി പത്രോസ് പറഞ്ഞു, പൊക്കോ, എനിക്ക് ഇതിനുള്ള യോഗ്യതയില്ല. ഈശോ പറഞ്ഞു, പൊക്കോന്ന് നീ പറഞ്ഞു, പക്ഷെ എൻ്റെ കൂടെ വാ. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിന്റെ വള്ളവും നിന്റെ വലയും നിന്റെ കുറവുകളും നിന്റെ മീനിനെ ഇഷ്ടപ്പെട്ടു. പത്രോസേ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വാന്ന് പറഞ്ഞു, നമുക്ക് വേറെ പണിയുണ്ടെന്ന്. അങ്ങനെ ആദ്യത്തെ പാപ്പ ഇറങ്ങി തിരിക്കുകയാണ്. ഒരു ചെറുക്കൻ വന്ന് വിളിക്കുന്നു, കൂടെ പോകുന്നു. കാരണം വിളിക്കുന്നത് സാധാരണക്കാരനല്ല, എൻ്റെ ജീവിതത്തെ നിറയ്ക്കാൻ പറ്റുന്ന ഒരാളെന്ന് മനസ്സിലായപ്പോൾ ദർ ഇസ് നോബഡി എൽസ് ടു ഫോളോ. ഇനി വേറെ ആരെയും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. എൻ്റെ ഗുരുവിനെ, എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരാളെ ഞാൻ കണ്ടെത്തി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതം മുഴുവൻ മാറാൻ പോകുന്നത് ഓൺ ദിസ് ഫസ്റ്റ് എൻകൗണ്ടറാണ്. ഈശോയെ കണ്ടുമുട്ടുന്നൊരു സമയം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പള്ളിയിലിരിക്കുമ്പോഴൊന്നും ആയിരിക്കില്ല ചിലപ്പം. നിങ്ങൾ ഈ പള്ളി വന്നിരിക്കാനൊരു കാരണമുണ്ട്, ഈശോയുടെ സാന്നിധ്യം അറിയാം. പക്ഷെ നിങ്ങൾ ഈശോയെ കണ്ടുമുട്ടാൻ പോകുന്നത് മിക്കപ്പോഴും ഈ പള്ളി വെച്ചല്ല, നന്നായിട്ട് പൊള്ളുന്ന സമയത്താണ്. കാൽച്ചോട്ടിലെ മണ്ണൊലിച്ച് പോകുമ്പോഴാണ്, പ്രതീക്ഷ മുഴുവൻ വറ്റിപ്പോകുമ്പോഴാണ്, വള്ളം കാലിയായി നിൽക്കുമ്പോഴാണ്, വല കീറി തുടങ്ങുമ്പോഴാണ് ഈശോയെ നിങ്ങൾ ശരിക്കും കാണാൻ പോകുന്നത്. കണ്ണ് തുറക്കും.
കണ്ണ് നിറയുന്ന സമയത്ത്, കണ്ണ് നിറഞ്ഞൊഴുകി കണ്ണൊന്ന് ക്ലീനായ സമയത്ത് നീ ഈശോയെ കാണും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ കണ്ണുനീര് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഇതിനൊരു ഉത്തരം തരാൻ പറ്റുന്ന ഒരാൾ, ഇതിനെ നിറയ്ക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടെന്ന് ഈ വിഷമത്തിൻ്റെ സമയത്ത് മനസ്സിലാവും. ഈശോയോട് ആദ്യം പത്രോസ് പറയുന്നത് എന്നെ ഇട്ടേച്ച് പൊക്കോളാനാണ് പറയണത്. ആണോ? എന്നെ വിട്ടേച്ച് പൊക്കോ, ഞാനൊരു പാപിയാണ്. ഇനി വേറൊരു സ്റ്റേജിൽ ചെല്ലുമ്പോഴത്തേനും ഈ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം എടുക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. ഈശോ കൂടെ നിൽക്കുമെന്ന് മാത്രമല്ല, ഈശോ അകത്തോട്ടും കയറുമെന്ന് മനസ്സിലാകുന്ന ഒരു സമയമാണ് 6-ാമത്തെ യോഹന്നാൻ 6. ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു, എന്നിട്ട് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സ്വീകരിക്കണം എന്ന് പറയുന്നു. അതായത് ഈശോ അങ്ങനെയൊന്നും നമ്മളെ ഇട്ടേച്ച് പോകില്ല, അവൻ കൂടെ വസിക്കും, ഉള്ളിൽ വസിക്കും എന്ന് ബോധ്യം കിട്ടിയ സമയത്ത് പത്രോസ്ലീഹ തൻ്റെ പ്ലേറ്റ് മാറ്റുകയാണ്. ആദ്യം പറഞ്ഞു ഈശോയെ വിട്ടു പൊക്കോ, ഞാനൊരു പാപിയാണ്. പക്ഷേ ഈശോ ആരാണ് എന്ന് മനസ്സിലായപ്പോൾ പത്രോസ് തൻ്റെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ മാറ്റുകയാണ്. 6-ാമത്തെ അധ്യായം 67-ാമത്തെ വാക്യം. ഈശോ ചോദിക്കുന്നൊരു ചോദ്യം എന്താണ്? ഈശോ ചോദിക്കണേ, ഈശോ 12 പേരോടായിട്ട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു. ആ മറുപടി ഉറക്കെ വായിക്ക്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. ആദ്യം പറഞ്ഞത് നീ പൊക്കോ ഈശോയെ. പക്ഷെ ഇപ്പം പത്രോസ് മാറുകയാണ്. കാരണം കാര്യം മനസ്സിലായി, ഞാനിനി എങ്ങോട്ട് പോകാനാണ്? എൻകൗണ്ടറിൻ്റെ റിസൾട്ട് അതാണ്, ഒട്ടിച്ചേർന്ന് നിൽക്കും. നിങ്ങൾ ഈശോയെ കണ്ടുമുട്ടിയെന്നുള്ളതിൻ്റെ അടയാളം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പൊള്ളലിൻ്റെ അനുഭവങ്ങളിലും നിങ്ങൾ ഈശോയെ വിട്ടു പോവില്ല. കിട്ടുന്നുണ്ടോ? ബാക്കിയെല്ലാം ഇങ്ങനെ സർഫസ് ലെവലിൽ നടന്ന ആത്മീയതയാണ്. ഒരു ധ്യാനം കൂടിയപ്പോൾ പീക്കിൽ കയറി നിൽക്കും, അടുത്തൊരു പ്രശ്നം വരുമ്പോഴത്തേനും പൂക്കെന്ന് പറഞ്ഞത് താഴോട്ട് പോകും. അത് കള്ള ഉട്ടായിപ്പ് ആത്മീയതകളാണ്. ഡബിൾ ലൈഫ് ഈശോയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പള്ളി വന്നിട്ട് ഹല്ലേലൂയ, വീട്ടിൽ ചെന്നിട്ട് കെട്ടിയോളെയും തെറി. ഹി ഡസൻ ലൈക്ക് ഇറ്റ്. ഡബിൾ ലൈഫ് ഈശോയ്ക്ക് ഇഷ്ടമല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൊന്ത ഉയർത്തി പിടിച്ചിരിക്കുന്നു, വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അയൽപ്പക്കത്തെ ആൾ നോക്കിയിട്ട് മൊന്ത എടുത്ത് എറിയുന്നു. ഈശോയ്ക്ക് ഇഷ്ടമല്ലത്. രണ്ടും കൂടെ നടക്കില്ല ഈശോയുടെ അടുത്ത്. വൺ ലൈഫ് ഈശോയുടെ കൂടെ. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. പത്രോസിലേക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് പറഞ്ഞു, പണ്ട് ഞാൻ പോകാൻ പറഞ്ഞു, പക്ഷേ ഇപ്പം ഞാൻ എങ്ങോട്ട് പോകാനാണ്? കാരണം എന്താണ്? നിത്യജീവൻ്റെ വചസ്സുകൾ. ഈശോയുടെ കൂടെ കുറച്ചു കാലം നടന്നപ്പോഴേ പത്രോസിലേക്ക് മനസ്സിലായി, എൻ്റെ മീൻ നിറയ്ക്കാൻ പറ്റുന്ന വാക്ക് മാത്രമല്ല, എൻ്റെ ജീവിതവും നിത്യജീവനും തരാൻ പറ്റുന്ന നിത്യജീവൻ്റെ വചനം നിൻ്റെ കയ്യിൽ ഉണ്ട്. ഈശോയോട് പിന്നെ എപ്പോഴേലും പത്രോസ് പറഞ്ഞോ, ഇന്നും മീൻ കിട്ടിയില്ല, നമുക്കൊന്ന് കടലിൽ പോയാലോ? നീ പറയുന്ന സ്ഥലത്ത് ഞാൻ ചൂണ്ടയിടാം പറഞ്ഞോ? പിന്നെ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം പത്രോസിന് പതുക്കെ മനസ്സിലാകാണ്, ഗ്രോത്ത്, വളർച്ചയുടെ സമയത്ത് മനസ്സിലാകാണ്, എൻ്റെ ഭൗതിക കാര്യങ്ങൾ മാത്രം നോക്കുന്നൊരു ദൈവമല്ല, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ഞാൻ നിത്യജീവൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഇനി ഞാൻ വിട്ടു പോവില്ല, കാരണം നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയ്ക്ക് നമ്മുടെ പത്രോസിനെ ഭയങ്കര ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈശോയോട് തിരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഹല്ലേലൂയ പറയാനും വചനം ഒച്ചത്തി വായിക്കാനും ഒക്കെ പറയുന്നത്. ഈശോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ യാത്ര മുന്നോട്ട് പോവാണ്. വലിയൊരു സ്റ്റേജിലെത്തുകയാണ്. അടുത്തൊരു സ്പേസിൽ എൻകൗണ്ടറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഈ ഗനേസരത്ത് തടാക തീരത്താണ്. ഒരു സെക്കൻഡ് സ്റ്റേജ്, അടുത്തൊരു വലിയ സ്റ്റേജ് എത്തുന്നത് കേസറിയ ഫിലിപ്പിയിൽ വെച്ചാണ്. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ അത് ബ്യൂട്ടിഫുള്ളായിട്ട് കാണുന്നുണ്ട്. ഈശോ ഇങ്ങനെ ഈ കേസറിയ ഫിലിപ്പിൽ ചെന്ന് നിന്നിട്ട് ശിഷ്യന്മാരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്. അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്. പല അഭിപ്രായങ്ങൾ കേട്ടു ആണോ? പക്ഷെ അഭിപ്രായമല്ല വേണ്ടത്, വാക്കാണ്. അത് പത്രോസിന് നന്നായിട്ട് അറിയാം. കാരണം പത്രോസ് വളരെ അഭിപ്രായം കേട്ടിട്ടുണ്ട്, മീനെ കിട്ടാണ്ട് വന്നിട്ടുണ്ട്. ഈശോയുടെ വാക്ക് കേട്ടപ്പോൾ ജീവിതം മാറിയിട്ടുണ്ട്. പത്രോസ് നോക്കുമ്പോൾ യോഹന്നാൻ അത് പറയുന്നു, യാക്കോ ഇത് പറയുന്നു. പത്രോസിൻ്റെ ഉള്ളിലിങ്ങനെ എൻ്റെ കയ്യിൽ ആൻസറുണ്ട്. കാരണം ഇത് നിനക്ക് കിട്ടിയതല്ല, ഇത് പിതാവ് തന്നതാണെന്ന് ഈശോ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഉള്ളിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. യാക്കോബെ പൊട്ട, യോഹന്നാനെ ചെറുക്കാം, മിണ്ടാണ്ടിരിക്കട, ചേട്ടയുടെ ഉത്തരം ഉണ്ടാ. അപ്പോൾ ഒരു പല അഭിപ്രായം പറഞ്ഞു. പത്രോസ് ഒരു വാക്ക് പറഞ്ഞു. മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. വലിയൊരു സെൻറ്റൻസ്. മർക്കോസ്ലിഹ ചെറുതാക്കി എഴുതിയിട്ട് ഒറ്റ സെൻറ്റൻസിൽ പഴയ നിയമം മുഴുവനും കൂടെ ഒതുക്കി വെക്കുകയാണ്. പത്രോസിനോട് അവരോട് ഇങ്ങനെ ചോദിക്കും. പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്. യു ആർ ക്രൈസ്റ്റ്, ദി അനോയിൻറ്റഡ് മിശിഹ, രാജാവും പുരോഹിതനും പ്രവാചകനും എല്ലാം നീയാണ്. എൻ്റെ കർത്താവ്, നീയാണ് എൻ്റെ ദൈവം. ഒരു വാക്ക് കിട്ടുന്നുണ്ടോ? ഞാൻ മത്തായി മർക്കോസും എടുത്തത് അതുകൊണ്ടാണ്. മത്തായി സുവിശേഷത്തിൽ ലോങ് ആയിട്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിനെ ചുരുക്കി അങ്ങ് വെച്ചേക്കാണ്. മർക്കോസ്, നീ ക്രിസ്തുവാണ്. അത് മതി.
കാരണം നിന്റെ ലൈഫിൻ്റെ അധികാരിയായ രാജാവ്, നിന്നെ അനുഗ്രഹിക്കുന്ന പുരോഹിതൻ, നിന്നോട് സംസാരിക്കുന്ന പ്രവാചകൻ, നിന്നെ ഇനി മുന്നോട്ട് നയിക്കാൻ പോകുന്ന, നിന്നെ ഫില്ല് ചെയ്യാൻ പോകുന്ന, നിന്നെ സ്നേഹിക്കുന്ന ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. സോ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഈശോയെ കണ്ടുമുട്ടുന്നു, വേദപാഠ ക്ലാസ്. പിന്നെ ലൈഫ് മുമ്പോട്ട് പോകുന്തോറും നമുക്ക് മനസ്സിലാവും ഈശോ ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ഈ വിശ്വാസം പ്രഖ്യാപിക്കേണ്ട ഒരു മൊമെൻറ്റ് വരും നമുക്കെല്ലാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പറഞ്ഞേക്കണം ഈശോയോട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇതൊരു വലിയ പവർഫുൾ പ്രാർത്ഥനയും സുഹൃതജപമാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സങ്കടങ്ങളൊക്കെ വരുമല്ലോ, പ്രശ്നങ്ങളൊക്കെ വരും. എന്നോട് പറഞ്ഞിട്ട് ഒരു വചനവും കാണാപ്പാട് അറിയത്തില്ലേലും ഈ വചനം പവർഫുള്ളായിട്ട് ശക്തിയോടെ പറഞ്ഞേക്കണം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എനിക്ക് കടമുണ്ട്, എനിക്ക് രോഗമുണ്ട്, ഞാൻ തോറ്റു നിൽക്കുവാണ്, ബട്ട് നീ ആരാണ്? ക്രിസ്തുവാണ്. യു ആർ ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാലോ, അനോയിൻറ്റഡ്, മിശിഹ. 3 മിശിഹായാണുള്ളത്. 1 പുരോഹിതൻ, 2 പ്രവാചകൻ, 3 രാജാവ്. ഇവരെല്ലാം അനോയിൻറ്റഡ് മിശിഹ എന്ന് പഴയ നിയമത്തിൽ വിളിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തെ ഇനി ഈ കടത്തിൽ എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത്, എൻ്റെ ഈ പ്രശ്നത്തിൽ അധികാരമുള്ള രാജാവ്, ഈ സങ്കടത്തിൽ എന്നോട് സംസാരിക്കുന്ന വാക്ക് പറയുന്ന പ്രവാചകൻ, എന്നെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ദൈവം നീയാണ്. ആ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷമമൊക്കെ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, ടെൻഷൻ അടിക്കുമ്പോൾ, ഇനി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാതൊക്കെ വരുമ്പോൾ പറഞ്ഞേക്കണം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. വളരെ ഉയർത്തിപ്പിടി. ഇപ്പം പറ, എല്ലാ സങ്കടവും ആ കയ്യിൽ വെച്ചുകൊണ്ട് പറ, ഈശോയെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം കേട്ടോ. വീട്ടിലൊക്കെ അത് എഴുതി വെക്ക്. പിള്ളേരെയൊക്കെ പഠിപ്പിക്കും. സങ്കടം വരുമ്പോൾ, വിഷമം വരുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ അവരോടത് പറ. ഒരു വചനവും പഠിക്കാൻ അറിയത്തില്ലെങ്കിൽ ഇത് പഠിക്കണം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നമ്മുടെ ഫസ്റ്റ് മാർപ്പാപ്പയുടെ വിശ്വാസ പ്രമാണമാണ്. ഇടുന്നെണ്ണ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മിസ് ചെയ്ത് കളയും. ചെറിയൊരു ആൻറ്റി ക്ലൈമാക്സ് ഇവിടെ നടക്കുന്നുണ്ട്, ചെറിയൊരു പ്രശ്നം. നമ്മൾ പത്രോസ്ലീഹാനൊക്കെ കുറ്റം പറയുന്നുണ്ട്. എന്ത് ഈശോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എടാ ചെറുക്ക, ഇങ്ങനെയൊന്നല്ല സംഭവം, നല്ല ഇടിയും കുത്തുമൊക്കെ പുറകെ വരുന്നുണ്ട്. എന്നുവെച്ചാൽ ശിഷ്യന്മാർക്കുള്ളൊരു വാണിംഗ് ആണ്. നല്ല രസമാണ്, മീൻ നിറഞ്ഞിരിക്കുന്നതാണ് നല്ല രസമാണോ, വള്ളം നിറഞ്ഞ് ഇടയിടെ ഞങ്ങൾക്കും അനുഗ്രഹമുണ്ട് വാ എന്നൊക്കെ പറയാൻ നല്ല രസമാണ്. പിന്നെ ഈശോ ഇങ്ങനെ അപ്രൂവ് ചെയ്തിട്ട്, നീ അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് നിനക്ക് താക്കോല്, വണ്ടി, ജീപ്പ് എല്ലാം ഞാൻ തരാം, നീ കെട്ടുന്നതൊക്കെ കെട്ടുവോ, അഴിക്കുന്നതൊക്കെ അഴിക്കുവോ. പണ്ടാരോ അമ്മച്ചി പറഞ്ഞു, അയ്യോ നല്ല പശുവിനെ മേടിക്കാനുള്ള വചനം, നല്ല പശുവിനെ കിട്ടാൻ, നല്ല പാലുള്ള പശുവിനെ കിട്ടാനുള്ള വചനം ഇതാണ്. ഏത്? നീ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും. അപ്പം നല്ല പശുവിനെ കിട്ടുന്നുണ്ട്. ചേച്ചി മേടിച്ച പശുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയൊന്നും വളച്ചൊടിച്ച് വചനം ഉപയോഗിക്കരുത് കേട്ടോ. കാരണം എന്തൊരു വചനം, അതൊന്ന് ഓർത്തേക്കണം. ഈശോ പറഞ്ഞത് സ്വർഗത്തിൻ്റെ താക്കോല് പത്രോസ്ലീഹയുടെ കയ്യിലോട്ട് കൊടുക്കുന്ന, സഭയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന വലിയ അഭിഷേകത്തിൻ്റെ ഒരു മൊമെൻ്റാണത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ ഇതിൻ്റെ ഒരു റിയാലിറ്റി അപ്പുറത്തെ സൈഡും കൂടെ പറഞ്ഞു. ഈ ഗ്ലോറി മാത്രമല്ല, പുറകെ നമ്മുടെ ട്രാൻസ്ഫിഗറേഷൻ്റെ പടം, രൂപാന്തരീകരണം മാത്രമല്ല, അപ്പുറത്ത് നിന്നുണ്ട് കുരിശുണ്ടെങ്കിൽ ഉദ്ധാനമുണ്ട്. സോ ഇത് മാത്രമല്ല റിയാലിറ്റി മക്കളെ. ഇത്ര ഓക്കെ അല്ല ജീവിതം. ഈശോയുടെ കൂടെ നിന്നാൽ എല്ലാം ഓക്കെ, സഹനവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. പൗലോസ്ലീഹ പിന്നീട് പറയുന്നുണ്ടല്ലോ, നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. കൂട്ടവകാശി എന്ന് വെച്ചാൽ എന്താ? ഷെയർ ഹോൾഡേഴ്സ്. അപ്പൻ മക്കൾക്ക് വീതം വെച്ച് കൊടുക്കുമ്പോൾ ഈശോയ്ക്കുള്ളത് ബാക്കി മക്കൾക്കും ഉണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ഈശോയ്ക്ക് കിട്ടിയതിൻ്റെ ഷെയർ നമുക്കും ഉണ്ട്. എന്ത്? കുരിശ്, സഹനം എല്ലാം ഉണ്ട്. അല്ലാണ്ട് ചുമ്മാ മീൻ മാത്രം മതി, മുള്ള് നീ എടുത്തു. നോ, മീനുണ്ടെങ്കിൽ മുള്ളും കൂടെ, പ്രത്യേകിച്ച് മത്തിയുടെ ആണെങ്കിൽ മുള്ളും കൂടെ നിങ്ങൾ കഴിക്കണം, അതാണ് നല്ലത്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സോ ഈശോ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് പറയാണ്, എനിക്ക് സഹനങ്ങൾ വരും, മനുഷ്യപുത്രം ഒറ്റ കൊടുക്കപ്പെടും. പത്രോസിലേക്ക് വല്ലാത്ത കോൺഫിഡൻസ് ആണ്. കാരണം ഇപ്പോൾ താക്കോല് കിട്ടിയല്ലോ. താക്കോല് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നമ്മുടേതായി. ഇങ്ങനെ വന്നേ ഈശോയെ, പണ്ട് എന്നോട് കുറേ വാക്ക് പറഞ്ഞല്ലേ, ഇനി ഞാനൊരു വാക്ക് പറയട്ടെ, ഇതൊന്നും നിനക്ക് സംഭവിക്കരുത്. ഇത് ശരിയല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കാം. സഹനമൊക്കെ നിനക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് എൻ്റെ കാര്യമൊക്കെ നോക്കിക്കോണം. നന്നായിട്ട് ആപ്പിൾ പോലെ ഞാൻ ഇരിക്കണം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ഞാൻ പോകുമ്പോഴത്തേന് എനിക്ക് ടിക്കറ്റ് കിട്ടണം, എനിക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് നല്ല ഫുഡ്, നല്ല വണ്ടി എല്ലാം വേണം. നോ, സാത്താനെ മാറി നിൽക്കണം അവിടുന്ന്. നിൻ്റെ ചിന്ത എൻ്റെ പോലെ അല്ല. നമ്മളിത് നോക്കിയിട്ട് 10 ദിവസം പറയും, ഇന്ന പരിപാടിയാണ്, താക്കോല് കിട്ടിയ പാടെ അത് കുളമാക്കുവാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇതൊരു റിയാലിറ്റിയാണ്, നമ്മുടെ ലൈഫിൽ വരുന്നൊരു റിയാലിറ്റി. കർത്താവിനെ കൂടെ ചെല്ലാൻ ഇഷ്ടമാണ്. വലം നിറയുന്നതും നമുക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു അധികാരം, ഒരു വരം, ഒരു ശുശ്രൂഷ ഒക്കെ നമ്മളെ ഏൽപ്പിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കുടുംബത്തിൽ ഈശോ ഉള്ളത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്.
നിന്റെ വിശ്വാസം നല്ലതാണ്, നീ പാറയാണ്, നീയാണ് ഈ ഇടവകയിലെ മാതൃക, വിശുദ്ധൻ, വിശുദ്ധ, നല്ല രസമാണ്. പക്ഷെ ഈശോ ഈ സഹനം കൂടെ പറയുന്നുണ്ട്. ഈ സഹനം വരുമ്പോൾ അറിയാനുള്ള വിശ്വാസം എന്നാന്ന്, ഉറപ്പിച്ച വിശ്വാസം എന്നാന്ന് അപ്പം അറിയാൻ പറ്റും. കാല് കടന്ന് പിടയ്ക്കുമ്പോൾ, തല പെരിക്കുമ്പോൾ അറിയാം ശരിക്കുള്ള വിശ്വാസം എന്നാന്ന്. സത്യമാണോ? വിശ്വാസികളെ കേൾപ്പിൻ, പറഞ്ഞേ ഹല്ലേലൂയ. സോ ഈശോ ചോദിച്ച് ഈ പത്രോസ് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇടങ്കോലെ കേട്ടു, സാത്താനെ എന്ന് വിളിക്കുന്നുണ്ട്. ചില വിഘടന ചിന്തകാരൊക്കെ പറയുന്നുണ്ട്. സോ കർത്താവ് പേപ്പസിയെ തന്നെ, മാർപ്പാപ്പയെ പോലും അംഗീകരിക്കുന്നില്ല കർത്താവ്. ആര്? കർത്താവേ. അങ്ങനെ സാത്താനെ എന്ന് വിളിച്ചല്ലോ. അപ്പം സഭയെ പോലും ഈശോ ആഗ്രഹിക്കുന്നില്ല, മാർപ്പാപ്പയെ പോലും ഈശോ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, കാരണം ആരെ? സാത്താനെ എന്നാണ് വിളിക്കണം. ബൈബിൾ മുഴുവൻ വായിക്കാത്തതുകൊണ്ടാണ്. ബാക്കി ഇനി ഈശോ പത്രോസിൻ്റെ കൂടെ നടന്ന് ചെയ്യുന്നത് എന്നാന്ന് വല്ല അറിയോ? സാത്താനെ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ചിന്തകൾക്കെതിരെ പോകുന്നവനാണ് ആര്? സാത്താൻ. കർത്താവിനൊരു പദ്ധതി, ഒരു നല്ല പദ്ധതി ഉണ്ട്. അതിൽ നിന്ന് കൗശലക്കാരൻ പതുക്കെ നമ്മളെ വഴി തെറ്റിച്ചു വിടും. അവനാണ് സാത്താൻ. ഈശോ തൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാകാൻ പോകുന്നത് എങ്ങനെയാണ്? മീൻ നിറച്ചുകൊണ്ടല്ല, അപ്പവും മീനും കൊടുത്തോണ്ടല്ല, എന്നിട്ട് പിന്നീട് അപ്പം കിട്ടിയോണ്ടല്ല എൻ്റെ പുറകെ വന്നതെന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ്. ഇതിലൂടെ അല്ല. ഇത് ശരിക്കും ശരീരം അപ്പമാകും, വീഞ്ഞ് രക്തമാകും, ശരിക്കുള്ളത് വരാനിരിക്കുന്നേ ഉള്ളൂ. അതാണ് രക്ഷാകര പദ്ധതി. ഇതിലൂടെയാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്. അത് പത്രോസിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പത്രോസ് നമ്മുടേതായ ഒരു ഐഡിയ കൊണ്ടുവന്നു. ഏദൻ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് പറയുന്നുണ്ടോ? അതായത് ദൈവത്തെപ്പോലാവുക, ഒരു നല്ല വഴി ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വേണ്ട, നമുക്ക് നമ്മുടെ വഴി എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേനും അപകടങ്ങൾ സംഭവിക്കും. പത്രോസിനെ അതുകൊണ്ടാണ് നോക്കിയിട്ട് സാത്താനേ എന്ന് വിളിക്കുന്നത്. കുട്ടി പിശാചേ, കൊമ്പുള്ളവനെ എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഓപ്പോസിറ്റ് പോവുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന രക്ഷാകര പദ്ധതിക്ക് ഓപ്പോസിറ്റ് പോകുന്നു. അവനെ സാത്താനെ എന്ന് വിളിക്കുന്നു. പറഞ്ഞു ഹല്ലേലൂയ. സോ പത്രോസിനെ സാത്താനെന്ന് വിളിച്ചു. അതൊരു കുഞ്ഞു എപ്പിസോഡാണ്. പിന്നെ നിങ്ങൾ കാണുന്ന ഈശോ ഈ സ്നേഹിച്ച പത്രോസിനെ കൊണ്ട് നടക്കുന്ന കുറേ പരിപാടികളുണ്ട്. നിങ്ങൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം തന്നെ എടുക്കുക. അതിൻ്റെ 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. മർക്കോസ് 1:29. ഈശോ ഈ പത്രോസിനെ ഒരു തവണ പാപ്പായെ വഴക്ക് പറഞ്ഞു, കാരണം വേറെ വഴിക്ക് പോയതുകൊണ്ടാണ്. മർക്കോസ് 1:29 എന്താണ് നമ്മളവിടെ വായിക്കുക? ഈശോ സിനഗോഗിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും വീട്ടിലെത്തി. നമ്മൾ മുമ്പേ വായിച്ചു ലൂക്ക 5 പത്രോസിൻ്റെ ബോട്ടിൽ ഈശോ കയറുകയാണ്. ബോട്ടിൽ അല്ല, ബോട്ടിൽ കേട്ടോ, ബോട്ടിൽ കയറുകയാണ്. ഇപ്പം എവിടെയാണ് കയറിയേക്കുന്നത്? ഈ എപ്പിസോഡിൽ നമ്മളെന്താ കാണുന്നത്? വീട്ടിൽ കയറുകയാണ്. ആദ്യം ബോട്ടിൽ, പിന്നെ വീട്ടിൽ. അങ്ങനെയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പ്രാസം ഒപ്പിച്ചങ്ങ് പറഞ്ഞാണ്. പിന്നെ വേറെ ഏതെങ്കിലും ശിഷ്യന്മാരുടെ വീട്ടിൽ കയറുന്നുണ്ടോ? പറ. ബൈബിളൊക്കെ കാണാപ്പാടം അറിയാവുന്നവരാണ്, കാരണം അങ്ങനെ അതുകൊണ്ടാണല്ലോ ബൈബിൾ കൊണ്ടുവരാത്തത്. ഞാൻ പൊട്ടൻ, ബൈബിൾ കാണാപ്പാടം അറിയത്തില്ലാത്തതുകൊണ്ട് പോകുന്നിടത്തെല്ലാം കൊണ്ട് നടക്കും. പറ, ഈശോ വേറെ ഏതെങ്കിലും ശിഷ്യന്മാരുടെ വീട്ടിൽ പോയായിരുന്നോ? ഇല്ലേ? ചുമ്മാ പറയാം. മത്തായിയുടെ വീട്ടിൽ പോയില്ലേ? ഇല്ലേ? മത്തായിയുടെ വീട്ടിൽ പോയില്ലേ? എന്തായാലും പത്രോസിൻ്റെ വീട്ടിൽ പോയി, അയാളുടെ ബോട്ടിലും പോയി, അയാളുടെ വീട്ടിലും പോയി. അപ്പം ഈശോ ഇയാളുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ശരിയല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ഇനി ശ്രദ്ധിച്ചേ, മർക്കോസ് 5:37, മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിക്കാം. 5:37 വായിച്ചേ. പത്രോസും യാക്കോബും യോഹന്നാനും, സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോട് കൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല. ജെയ്റൂസിൻ്റെ കൊച്ചിനെ സുഖപ്പെടുത്തുന്ന സമയത്താണ്. 9-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഈശോ ഒരു ഉയർന്ന മലയിലേക്ക് പോയി രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത്. 14-ാമത്തെ അധ്യായം മർക്കോസ് 14 അതിൻ്റെ 33-ാമത്തെ വാക്യം. 14:33. ഗെത്സമൻ തോട്ടത്തിൽ ആരൊക്കെയുണ്ട്? അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് കൂടെ കൊണ്ടുപോയി. എന്നുവെച്ചാൽ ഈ 3 സിറ്റുവേഷൻ, അതായത് ഈശോയുടെ പ്രധാനപ്പെട്ട 3 സമയങ്ങളാണ്. അവിടെ എല്ലാം 3 പേരെ കൊണ്ടുപോകുന്നുണ്ട്. ആരുടെ പേര് ആദ്യം കിടക്കുന്നത്? കിട്ടുന്നുണ്ടോ? ദ പെപ്പൽ പ്രൈമസി ടോപ്പ് ക്ലാസ് ആരായിരുന്നു? പീറ്റർ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി താത്താനെന്ന് വിളിച്ച് മാറ്റി നിർത്തി സഭയെ നമുക്ക് വേണ്ട, പാപ്പായെ നമുക്ക് വേണ്ട. നോ, ഈ പാപ്പായാണ് എവിടെ കൊണ്ടുപോയത്? എല്ലായിടത്തും ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് ഈശോ കൊണ്ടുപോയത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. സുന്ദരമായൊരു എപ്പിസോഡ്, ചിലപ്പോൾ കണ്ണിപ്പെടാണ്ട് പോകുന്നൊരു എപ്പിസോഡാണ് യോഹന്നാൻ 13. ഈശോ കാല് കഴുകുന്നതാണ്.
അന്ന് ശ്രദ്ധിച്ചോണം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. ഈശോ കാല് കഴുകുന്ന സമയം 5-ാമത്തെ വാക്യം, 13:5. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമിയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പേര് കൊടുത്തിരിക്കുന്നത് ആരുടേതാണ്? ആദ്യത്തെ കാല് കഴിയത് ആരുടെയാന്ന്? ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക്? പീറ്റർ. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ സുന്ദരമായ എപ്പിസോഡാണ്. മുമ്പേ ഞാൻ പറഞ്ഞു പോയെന്ന് തോന്നുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം. ബൈബിൾ കൊണ്ടുവരാത്തവർക്ക് ഒരു സുഖമൊക്കെ തോന്നില്ലേ ഇപ്പം? ഇവിടെ ഇതേ ഉള്ളൂ സാർ. മത്തായി സുവിശേഷം 17-ാമത്തെ അധ്യായം, അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ മുഴുവൻ വായിക്കേണ്ട. ഈശോയുടെ അടുത്ത് വന്ന് ചിലർ ചോദിക്കുകയാണ്, നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. ടാക്സ് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഈശോ പത്രോസിനെ വിളിച്ചു, ടാക്സ് കൊടുക്കുന്നുണ്ടോ? കഴിഞ്ഞ മാസത്തെ കൊടുത്തായിരുന്നു, ഈ മാസത്തെ മത്തായിയോട് ചോദിക്കാം എന്നൊക്കെ ചോദിച്ചിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, പോയി മീൻ പിടിക്ക്, എന്നാ കിട്ടും? നാണയം കിട്ടും. സുന്ദരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. 17-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെന്നാ ചെയ്യണം? അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. പത്രോസിൻ്റെ കടം വരെ എൻ്റെ കടമാണ്. കിട്ടുന്നുണ്ടോ? എനിക്കുള്ളതും കൊടുക്കണം, നിനക്കുള്ളതും കൂടെ ആയിട്ട് നമ്മുടെ 2 പേരെയും കൂടെ കൊടുത്തേക്ക്. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ പറയല്ലേ, ഇന്ന് ഞാൻ കൊടുത്തേക്കാം. ആ പറഞ്ഞവൻ പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ കൂടെ ഹോട്ടലിൽ വരികയല്ല, കാരണം നമ്മൾ ബില്ല് കൊടുക്കേണ്ടി വരും. ഈശോ പറയാണ്, ഞാൻ കൊടുത്തോളാം, ഇന്ന് എൻ്റെ ചിലവ്. കിട്ടുന്നുണ്ടോ? പത്രോസിന് വേണ്ടി നിൻ്റെ ടാക്സും കൂടെ ആര് കൊടുക്കുന്നു? ഞാൻ കൊടുക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ, ലൂക്കാ 22. ചാടി എടുക്കും. ലൂക്കാ 22. ഈശോ എല്ലാവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങാരെ ഭയങ്കര ഇഷ്ടമാണ്. 22-ന്റെ 31, 32 നമ്മളവിടെ ഇങ്ങനെ വായിക്കും. സിമിയോൻ സിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബാക്കിയുള്ളവരുടെ വിശ്വാസം ക്ഷയിക്കില്ലേ? സാധ്യതയില്ലേ? പക്ഷെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? പീറ്റർ, പെപ്പൽ പ്രൈവസി. എന്താണ് പത്രോസിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത്? മതി, നീ സ്ട്രോങ് ആയ ബാക്കിയുള്ളവർ സ്ട്രോങ് ആവും. നീ തിരിച്ചു വന്ന് ബാക്കിയുള്ളവരെ, നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. കിട്ടുന്നുണ്ടോ? പത്രോസിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ഇതാദ്യം കാണുന്നത് ആരാണ്? ഈ സുവിശേഷം ആദ്യം അറിയുന്നത് ആരാണെന്നറിയോ? ആര്? ഫെമിനിസ്റ്റുകളൊക്കെ അങ്ങനെ പലതും പറയും. മറിയത്തെയാണ് കണ്ടതെന്നൊക്കെ പറയും. കണ്ടു, പക്ഷേ കണ്ടതിൽ വലിയ കഥയൊന്നുമില്ല. 16-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ഈശോ ഉദ്ധാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി, ഈശോ അല്ലേ പറയണേ? അല്ല, മാലാഖ പറയുന്നു, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക. എന്ന് വെച്ചാൽ ഒരാളുടെ പേര് എടുത്തു പറയണം. ആരുടെ പേര്? പീറ്റർ, ദ പേപ്പൽ പ്രൈമസി. യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം, അതിൻ്റെ 2-ാമത്തെ വാക്യം. യോഹന്നാൻ 20:2. യോഹന്നാൻ 20:2. മഗ്ദലന മറിയം, നമ്മുടെ ചേച്ചി, വായിക്കും. 20:2. അവൾ ഉടനെ ഓടി സിമിയോൻ പത്രോസിൻ്റെയും ഈശോ സ്നേഹിച്ചിരുന്ന ദി അതർ ഡിസൈപ്പിളിൻ്റെയും അടുത്ത് എന്ന് പറഞ്ഞു. ആരുടെ അടുത്ത് ആദ്യം പോയി പറയുന്നത്? പത്രോസിൻ്റെ അടുത്താണ്. ഈശോ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുന്നത് വലിയേട്ടായുടെ അടുത്താണ്. പറഞ്ഞേ ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്ന അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന സിമിയോൻ പത്രോസ് പ്രവേശിച്ചു. ഓക്കെ, അതായത് പീറ്ററിന് എപ്പോഴും പ്രയോറിറ്റി ഈശോ കൊടുത്തിരുന്നു, മാലാഖ കൊടുത്തു, ശിഷ്യന്മാർ കൊടുത്തു. ഇനി ഒരു വില്ലൻ പതുക്കെ വരുന്നുണ്ട്. ആരെന്നറിയോ? ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സൗൾ. പുള്ളി ഇടയ്ക്ക് പത്രോസ്ലിയായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി മൂപ്പായി കഴിയുമ്പോഴത്തേനും വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കൊറിന്തോസുകാർക്ക് കത്തെഴുതുന്ന സമയത്ത് പൗലോസ്ലിയ പറയുന്ന ഒരു കാര്യമുണ്ട്. 1 കൊറിന്തോസ് 15:5. 1 കൊറിന്തോസ് 15:5 അവിടെ ഉദ്ധാനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പൗലോസ്ലിഹ നല്ല സ്ട്രോങ് ആയിട്ട് കൃത്യമായ വാക്കുപയോഗിച്ചുകൊണ്ടേ പറയുള്ളൂ. 15:5 അവൻ കേപ്പായിക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. കിട്ടുന്നുണ്ടോ? അതായത് സ്പെഷ്യലായിട്ട് പത്രോസിനെ കണ്ടായിരുന്നു എന്ന് ആരാ പറയണേ? നമ്മുടെ പൗലോസ്ലിഹ. എന്നുവെച്ചാൽ
സഭയും മാലാഖമാരും സ്വർഗവും ഈശോയും ഒക്കെ ആർക്ക് വലിയ ബഹുമാനം കൊടുത്തിരുന്നു? ടു ദ ഫസ്റ്റ് പോപ്പ്, പെപ്പൽ പ്രൈമസി. പറഞ്ഞേ ഹല്ലേലൂയ. ആൻഡ് യു ഷുഡ് ബി പ്രൗഡ്. കത്തോലിക്ക സഭയുടെ അംഗമാണെന്നുള്ളതിൽ പ്രൗഡായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു പോപ്പിൻ്റെ കീഴിലാണെന്നുള്ളതിൽ അഭിമാനിച്ചോണം. പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. വലതുയർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. സോ പത്രോസ്ലീഹയുടെ തൻ്റെ ജീവിതത്തിലെ 2 സ്റ്റേജുകൾ, ഒന്ന് ഗനേസരത്ത് തടാകം, 2 കേസറിയ ഫിലിപ്പി. അവിടെ നിന്ന് പത്രോസ്ലീഹയുടെ ലൈഫ് മുഴുവൻ മാറുന്നു. ഈശോ സ്നേഹിക്കുന്നു. നിങ്ങൾ പിന്നീട് സമയമുള്ളപ്പോൾ ഒക്കെ വായിച്ചു നോക്കണം. ഈശോയോട് പലപ്പോഴും തിരിച്ചു ചോദിക്കാൻ ധൈര്യമുള്ളത് പത്രോസിനാണ്. ചില ഉപമകളൊക്കെ അവർക്ക് മനസ്സിലാകാത്ത സമയത്ത് വീട്ടിൽ വന്നിട്ട് ഇങ്ങൊന്ന് എന്നെ പറഞ്ഞേ, പത്രോസാണ് ചോദിക്കണത്. മനസ്സിലാകുന്നുണ്ടോ? പല സാഹചര്യങ്ങളും ആ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെയാണ്. വേറെ പയ്യന്മാരൊക്കെ നെഞ്ചോട് ചേർന്നിരിക്കാനൊക്കെ കുറേ ടീമുകളൊക്കെ ഉണ്ടാവും. പക്ഷേ കാര്യം ചോദിക്കണ ആര് വേണം? ചേട്ടായി വേണം. പത്രോസ് ചോദിക്കുന്നു. അന്ത്യത്തെ വേളയിൽ ഈശോ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തും യോഹന്നാൻ ഇങ്ങനെ കൂളായിട്ട് കിടന്നുറങ്ങുമ്പോൾ, ഡേയ് ഗുരു അവിടെ വിഷമിച്ചിരിക്കുകയാണ്, ആരാ ഒറ്റ കൊടുക്കാൻ പോണെന്ന് ചോദിക്കടാ. ഈ കാര്യം നടക്കണേ ആര് വേണം? പത്രോസ് വേണം, അറിയണമെങ്കിൽ. സോ അത്രയും സ്വാതന്ത്ര്യം ഈശോ പത്രോസിന് കൊടുത്തിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. സോ അയാൾ സ്നേഹമറിഞ്ഞു. ആ സ്നേഹത്തെ അയാൾ വിശ്വാസത്തിൻ്റെ രൂപത്തിൽ പ്രഖ്യാപിച്ചു. ഈശോ അയാളെ കൊണ്ടു നടന്നു. അബദ്ധം പറ്റുന്നു, കോഴി കൂവി, നമ്മളെയൊക്കെ പോലെ തന്നെ അല്ല. കോഴി കൂവുന്നത് നമ്മളെപ്പോലെ അല്ല. ഈശോ ഒറ്റ കൊടുക്കുന്നത് നമ്മളെപ്പോലെ. ഒറ്റ കൊടുത്തു. ഈശോ എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല. ചോദിക്കും. വടി വെട്ടാൻ പോയിട്ടുള്ളൂ. ചോദിക്കാം, ഞാൻ സമയമാവട്ടെ. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുക, ഹോംവർക്ക് ചെയ്യാണ്ട് വരിക, പിന്നെ ക്ലാസ്സിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുക, വായിക്കോട്ടെ വിടുക. ടീച്ചർ ചോദിക്കൊന്നുമില്ല. ആദ്യം ഒരു നോട്ടമുണ്ട്. അപ്പം നമ്മൾ നേരെ ഇരിക്കും. ശരിയാണേ? അപ്പം നമ്മൾ നേരെ ഇരിക്കും. പിന്നെ ഉറക്കം തൂങ്ങിയാൽ, ഹോംവർക്ക് ചെയ്യാണ്ട് വന്നാൽ, ചോറെടുക്കാൻ മറന്നില്ലോ, മുടി ജീവാൻ മറന്നില്ലോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ പുറകെ വരും. ആദ്യം നോട്ടമാണ്. ആ നോട്ടത്തിൽ പാളി. പത്രോസ് ഒരു ഓട്ടമാണ്. എൻ്റെ പൊന്നെ ഇനി നോക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. കാരണം പണ്ടെൻ്റെ വള്ളത്തിലേക്ക് നോക്കിയവൻ, എൻ്റെ വലയിലേക്ക് നോക്കിയവൻ, എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയവൻ, എൻ്റെ വിശ്വാസത്തിലേക്ക് നോക്കിയവൻ, ഇപ്പോൾ എൻ്റെ കുറവിലേക്ക് ഒന്നും കൂടെ നോക്കുകയാണ്. എൻ്റെ ഈ പൊട്ടത്തരത്തിലേക്ക് ഒന്നുകൂടെ നോക്കണം. നോട്ടത്തിലൊരു ചോദ്യമുണ്ട്. പത്രോസേ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട്, നിന്നെ സ്നേഹിച്ചിട്ട് നീ തളരുകയാണോ? ഈശോയുടെ നോട്ടം ഈ ഒരാളെ അല്ല, 12 പേരെയാണ് നോക്കുന്നത്. സഭയെ മുഴുവനാണ് നോക്കുന്നത്. കാരണം നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു ചെന്ന് നിൻ്റെ കൂട്ടുകാരെ ശക്തിപ്പെടുത്തണം, സഭയെ ശക്തിപ്പെടുത്തണം. നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നീ വീണാൽ എങ്ങനെയാണ്? ആ നോട്ടത്തിൽ പത്രോസിൻ്റെ ഉള്ളിലോട്ട് ഇതുവരെ കേട്ട വാക്കെല്ലാം കൂടെ തികട്ടി കയറി വരികയാണ്. തിരിച്ചു പറയാൻ എനിക്കൊരു അവസരം തായെന്നും പറഞ്ഞ് ഈ പഴയ മുക്കുവൻ അങ്ങ് ഒരു നിപ്പുണ്ട്. ഈശോ മരിക്കുന്നു, അടക്കപ്പെടുന്നു, എഴുന്നേക്കുന്നു. തിബേരിയസ് കടൽ തീരം, ഗനേസറത്തിൻ്റെ മറ്റൊരു പേരാണ്. ആ തീരത്തേക്ക് കർത്താവ് പിന്നെയും വരും. അന്ന് മീൻ നിറച്ചു കൊടുത്തവൻ ഇന്ന് മീൻ വറുത്ത് കൊടുക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21 ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് എന്തൊരു ബ്യൂട്ടിഫുള്ളായിട്ട്. ഈശോ വീണ്ടും ആ തീരത്തേക്ക് തിരിച്ചു വരികയാണ്. ആ തീരത്ത് പത്രോസിനോട് പറഞ്ഞു, മീൻ പിടിക്കാൻ പോകണ്ട, ഞാൻ മീൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. empty ആയിട്ടാണ് പത്രോസ് തിരിച്ചു വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോഹന്നാൻ 21 വായിച്ചു നോക്കണം. അങ്കണത്തിൻ്റെ പെരുമഴയിൽ നിന്നോണ്ടാണ് നമ്മുടെ പത്രോസ് തിരിച്ചു വരുന്നത്. മീൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് മീൻ തിന്നാൽ പോരാ. ഇനി നിൻ്റെ തൊണ്ടയിൽ മുള്ളു കൊള്ളുന്നൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. എന്ത്? നീ സ്നേഹിക്കുന്നുണ്ടോ? നിനക്കറിയാലോ, എൻ്റെ സ്നേഹം നിനക്കറിയാം, എൻ്റെ കുറവ് നിനക്കറിയാം, എൻ്റെ ശുശ്രൂഷ നിനക്കറിയാം, ഞാൻ ഇത്രയോളം നിനക്കറിയാം. നീ എന്നാ വേണേലും ചെയ്തോളാം പറയും. അങ്ങനെ ഈശോ പറയും, നീ ആഗ്രഹിക്കാത്തവരുടെത്തേക്ക്, നീ ആഗ്രഹിക്കാത്ത ഒരാൾ ആഗ്രഹിക്കാത്ത രീതിയിൽ നിന്നെ കൊണ്ടുപോകും. പത്രോസ് പറഞ്ഞു, റെഡി. സ്നേഹം പൂർത്തിയാക്കാൻ നീ അതാണ് വേണ്ടതെങ്കിൽ അതിന് റെഡിയാണ്. അതിനു മുമ്പ് ഈശോ അയാളോട് പറയാണ്, സമയമാകുമ്പോൾ ഇത് സംഭവിക്കും. അതുവരെ നീ നിൻ്റെ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ജെറുസലേം വിട്ടു പോകാതെ അവിടെ നിൽക്കുക. സമയം വരും, പിതാവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അങ്ങനെ അപ്പോസ്തലപ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ ഒരു രണ്ടാം നിലയിൽ പത്രോസിൻ്റെ ലൈഫിൻ്റെ 3-ാമത്തെ സ്റ്റേജ് ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വരുന്നു, അഗ്നി ഇറങ്ങുന്നു. വിവിധ ഭാഷകൾ സംസാരിക്കുന്നതിന് മുമ്പിൽ ഒരിക്കൽ
രാത്രിയിൽ എന്തോ സംസാരിച്ച ഒരു ചേച്ചിയുടെ മുമ്പിൽ, ഒരു പട്ടാളക്കാരൻ്റെ മുമ്പിൽ ഈശോയെ തള്ളിപ്പറഞ്ഞ അതേ പത്രോസ് പല ഭാഷകൾ സംസാരിക്കുന്ന ഒരു ജനസമൂഹത്തിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു, രക്ഷയ്ക്കായി ഒരു നാമമേ ഉള്ളൂ, യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. അന്ന് നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞു. ഇന്ന് ആ ക്രിസ്തുവിന്, ആ അഭിഷിക്തന്, ആ രാജാവിന്, ആ പുരോഹിതന്, ആ പ്രവാചകന് ഒരു പേരുണ്ട്. ഹിസ് നെയിം ഈസ് ജീസസ്. ആ പേരിലെ രക്ഷയുള്ളൂ എന്ന് അയാൾ ഭയപ്പെടാതെ പറഞ്ഞു. ലൈഫ് ഓൺ ദ തേർഡ് സ്റ്റേജ്. ഇനി മാറില്ല, ഇനി ഞാൻ തള്ളിപ്പറയില്ല. 3-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോഴത്തേന് ആദ്യത്തെ അത്ഭുതം നടക്കാണ്. കൂട്ടുകാരൻ കൂടെയുണ്ട്, മുമ്പിലൊരു പയ്യനുണ്ട്, മേലാണ്ട് കിടക്കാണ്. എന്തേലും തരാൻ പറഞ്ഞു. ഇനി തരാൻ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ലടാ ചെറുക്ക. പണ്ടായിരുന്ന മീൻ തരായിരുന്നു, വല തരായിരുന്നു, ബോട്ടയിലൊരു ജോലി തരായിരുന്നു. ഇപ്പോൾ 5 പൈസ ഇല്ല, സ്വർണ്ണമില്ല, വെള്ളിയില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ നിറച്ച് ആർഭാടമായിട്ടുള്ള ഒന്ന് ഞാൻ നിനക്ക് തരികയാണ്, ഈശോയുടെ നാമത്തിൽ. ഗെറ്റപ്പ്, എഴുന്നേക്ക്. അവൻ എഴുന്നേറ്റു. പണ്ട് പത്രോസ് പറഞ്ഞപ്പോൾ മീൻ പോലും മൈൻഡ് ചെയ്തില്ല. ഇന്ന് പത്രോസ് ഈശോയുടെ നാമത്തിൽ പറഞ്ഞപ്പോൾ മുടന്തുള്ളവൻ വരെ എഴുന്നേറ്റ് നിന്ന് ദേവാലയത്തിൽ പ്രവേശിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. പിടിക്കപ്പെടുന്നുണ്ട് പത്രോസ്. ഇവൻ്റെ സൗഖ്യം എങ്ങനെ നടന്നു? അവൻ്റെ നാമം, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ് ഇവനെ സൗഖ്യപ്പെടുത്തിയത്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പത്രോസിൻ്റെ കാലടികൾ പിന്തുടർന്ന ഒരു സഭയുടെ ഭാഗമാണ് നമ്മൾ. വി ബിലോങ് ടു എ ചർച്ച് ബിൽറ്റ് ഓൺ പീറ്റർ ആൻഡ് പോൾ. പത്രോസേലും പൗലോസും ആകുന്ന 2 തൂണുകളിൽ പണിതുയർത്തപ്പെട്ട ഒരു തിരുസഭയുടെ മക്കളാണ് നമ്മൾ. ഓർത്തേക്കണം. ഫസ്റ്റ് പോപ്പിനെ ഓർക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ ഓർക്കണം, നമ്മുടെ ലൈഫ് ഓർക്കണം. ഈ ശൂന്യതകൾ, ഈ വിശ്വാസം, ഈ സ്നേഹത്തിൻ്റെ തള്ളിപ്പറച്ചിലുകൾ, ആ സ്നേഹം ഏറ്റുപറയുന്നത്. ആൻഡ് ഫൈനലി എപ്പോഴും ഓർത്തിരിക്കണം, നമ്മുടെ ജീവിതത്തിലെ ആ ശൂന്യത ഇനി മാറ്റാൻ പോകുന്നതും, ഇരുട്ടിനെ മാറ്റാൻ പോകുന്നതും, വിശ്വാസരാഹിത്യത്തെ, മുടന്തുകളെല്ലാം മാറ്റാൻ പോകുന്നതും ഒറ്റ കാര്യം, രക്ഷയ്ക്കായി ഒരു നാമം മാത്രമേ ഉള്ളൂ. എ സിംഗിൾ നെയിം, ദ നെയിം ഓഫ് ജീസസ്. അവൻ്റെ നാമം രക്ഷ തരും, അവൻ്റെ നാമം നിത്യജീവൻ തരും, അവൻ്റെ നാമം നിന്നെ സൗഖ്യപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. സോ ഇവിടുന്ന് ഇന്ന് ഈ ധ്യാനം കൂടി, ഈ ടോക്ക് കേട്ട് നിങ്ങൾ ഈ വചനം ധ്യാനിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് രൂപപ്പെടേണ്ടത് പത്രോസിലൂടെ പ്രത്യേക മധ്യസ്ഥം വഹിക്കുക. എൻ്റെ പ്രിയപ്പെട്ട പത്രോസ്ലിഹായെ, അങ്ങയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ വിശ്വാസം, ആ തീക്ഷ്ണത, ഈശോയുടെ നാമത്തോടുള്ള ഒരു സ്നേഹം, ആ നാമത്തിൽ പറഞ്ഞാൽ ഇത് സംഭവിക്കുമെന്നുള്ള അത്രയും ലെവൽ വിശ്വാസം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമോ? ജനുവരി മാസം നമുക്കിനി ഒരു 2-3 എത്ര തീയതി, ഒരു 3-4 ദിവസം കൂടെ, 3-4 ദിവസം കൂടെ ഉള്ളൂ ഈ ഒരു മാസം തീരാൻ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു 3-4 ദിവസം ശരിക്കും നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം വിശുദ്ധ പത്രോസ്ലിഹായുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് കൊടുക്കുക കേട്ടോ. പത്രോസ്ലിഹ പറഞ്ഞാൽ ഈശോ കേൾക്കും. നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? സുവിശേഷത്തിൽ അത് കാണുന്നുണ്ടല്ലോ. ആ ചെറുക്കൻ എന്നൊന്നും പിടികിട്ടുന്നില്ല, എന്തെങ്കിലും ചെയ്യും, അവൻ്റെ ലൈഫിൽ ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, വിധക്കാരൻ്റെ ഉപമയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം ചെയ്യും. ഈശോ ഇടപെടുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഈശോ. ഈശോയുടെ എല്ലാം പോയി പറയാം. അത് ഈശോ ഒരു പദ്ധതി തയ്യാറാക്കി അതിൻ്റെ ഇടയ്ക്ക് ഇടങ്കോല് വെക്കാൻ വരെയുള്ള സ്വാതന്ത്ര്യം പത്രോസിന് കൊടുത്തു. വിശ്വാസമായിരുന്നു, സ്നേഹമായിരുന്നു. ഈശോയെ അങ്ങ് സ്വീകരിച്ച് തള്ളി പറഞ്ഞു. നമ്മളെപ്പോലെയൊക്കെ തന്നെ വീഴുവും താഴുവും ഒക്കെ പറ്റി. പക്ഷേ ഈശോ പിടിച്ചുയർത്തി മോളിൽ കൊണ്ട് വെച്ചു, താക്കോല് കൈ പിടിക്കാൻ പറഞ്ഞു. അത് നമ്മുടെ കയ്യിലോട്ട് തരും. അതേ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടുകളെ തുറക്കാൻ, അഴിക്കാൻ എല്ലാം കർത്താവ് നമുക്കൊരു അധികാരം തരും. പറഞ്ഞേ ഹല്ലേലൂയ. എന്നാണ് മർക്കോസ് 3:13-14 നമ്മൾ വായിച്ചു തുടങ്ങിയത്. അവൻ്റെ കൂടെ ആയിരിക്കാൻ, സുവിശേഷം പ്രഘോഷിക്കാൻ, പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം താക്കോൽ എപ്പോൾ കിട്ടും? അടുത്തിരുന്ന് കേട്ടാൽ. ഓക്കെ, അടുത്തിരുന്ന് കേൾക്കുക. ആരെ? ഈശോയെ കേൾക്കുക. നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഈശോ കൊടുക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ.